അച്ഛൻ നിക്ക്. വിടോ ആന്റണി. അച്ഛൻ നമ്മുടെ മാരേജ് അല്ലേ, വായ്. നീ എന്തിനാ എന്നെ ഇട്ടിട്ട് പോകുന്നേ? നമ്മൾ തമ്മിൽ ചേരില്ല. നീ ഒരിക്കലും എന്റെ ടൈപ്പ് അല്ല. എനിക്ക് നിന്നെ ഇഷ്ടമല്ല. ബൈ. അച്ഛാ, 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 നല്ല ഉറക്കാണല്ലോ. കള്ളച്ചിരി ഉണ്ടല്ലോ. അപ്പൊ ഉറങ്ങല്ലേ? അച്ഛനെ എണീക്കാൻ വൈകി ഞാൻ തന്നെ പോയി പാചകം ചെയ്തേക്കാം. എന്റെ കിച്ചണിൽ നീ കാല് കുത്തിക്കരുത്. ഈ വീട് കത്തിക്കല്ലേ, ആകെ കൂടി ഇതേ ഉള്ളൂ. ഒരു 5 മിനിറ്റ്. അച്ഛൻ, എനിക്ക് കോളേജിൽ പോയി സമയമായി. എന്തെങ്കിലും ഉണ്ടാക്കി തരുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ പുറത്തുനിന്ന് കഴിക്കും. നോ നോ നോ, ഞാനിപ്പൊ തന്നെ ഉണ്ടാക്കി തരാം. പുറത്തുനിന്ന് കഴിച്ചിട്ട് നിന്റെ വയറെങ്ങാനും കേടാവും. അച്ഛന്റെ മുകളിൽ നിക്ക്, ഒരു 5 മിനിറ്റ്. ശരി, അച്ഛൻ പറഞ്ഞോണ്ട് നിക്കാം. എനിക്കറിഞ്ഞൂടെ എന്റെ അച്ഛൻ എങ്ങനെ വഴിക്ക് കൊണ്ടിരണമെന്ന്. എന്റെ പൊന്നു വയറൊന്ന് മിണ്ടാതിരി. അച്ഛൻ ഇപ്പൊ കൊണ്ടുവരും. ടൈം ആവട്ടെ. മോളെ തോന്നി, ഇങ്ങ് വരൂ. അച്ഛനെല്ലാം റെഡിയാക്കി. 5 മിനിറ്റ് കൊണ്ട് തന്നെ അച്ഛൻ ഇത്ര നല്ല ഫുഡ് ഉണ്ടാക്കിയാണ്. സൂപ്പർ ആയിട്ടുണ്ട്. നിന്റെ അച്ഛൻ ഈ മഹേശ്വർ ആരാന്നാ നീ വിചാരിച്ചത്? നിന്റെ അച്ഛമ്മയുടെ കൈപ്പുണ്യാ എനിക്ക് കിട്ടിയിരിക്കുന്നത്. അയ്യോ സമയ, ഞാൻ പോവാണേ. ബൈ ചാ. മോളെ സൂക്ഷിച്ചൊക്കെ പോണം. നേരത്തെ വീട്ടിലെത്താൻ നോക്കണേ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അച്ഛനെ വിളിക്കണം കേട്ടോ. ഈ കൊച്ചിനെ കൊണ്ട് ഞാൻ തോറ്റല്ലോ. എന്തെങ്കിലും നിന്ന് മുഴുവനായിട്ട് പറയാൻ സമ്മതിക്കോ, അപ്പേക്ക് ഓടിക്കളഞ്ഞു. റോക്കറ്റിനെക്കാട്ട് വേഗത ഇന്ന് വരട്ടെ, ഞാൻ കൊടുക്കുന്നുണ്ട്. അയ്യോ സമയമായല്ലോ. ഓ നേരം വൈകി. വാ, എന്ത് കാറ്റാ. ബ്രേക്കില്ല. അയ്യോ മാറ് മാറ് മാറ്. വണ്ടി വരുന്നത് തനിക്ക് കണ്ണ് കണ്ടോടറോ? അതിന് ഞാൻ എന്ത് ചെയ്തിട്ടാ? കണ്ണും മൂക്കൊന്നുമില്ലാതെ വണ്ടി ഓടിച്ചെത്താൻ എന്നിട്ട് എന്നെ കുറ്റം പറയുന്നോ? എനിക്ക് കണ്ണും മൂക്കൊക്കെ ഉണ്ട്. തന്നോട് ഞാൻ മാറി മാറിന്ന് പറഞ്ഞതില്ലേ? താനെന്താ ബദരനാണോ? ചെവി കേട്ടോട്ടെ തനിക്ക്. ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ക്ലോസ് എന്നറിയോ? 5 lakhs അതിന് വില. 5 ലക്ഷം. ചുമ്മനെ പറ്റിക്കാൻ നിൽക്കരുത്. ഞാൻ പൊട്ടിയൊന്നുമല്ല. ഈ ആ ക്ലാസ്സിന് വരെ 50 രൂപയൊക്കെ ഉണ്ടാവുള്ളൂ. തനിക്ക് ഇങ്ങനെ കിടന്ന് എന്റെ അടുത്ത് വഴക്കുണ്ടാക്കി ഞാൻ പോലീസിനെ വിളിക്കും. താൻ എന്നെ ഹരാസിക്കാൻ ശ്രമിച്ചെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കും. എന്താണ് കൊച്ചേ, ഒരു സൈക്കിളിൽ തട്ടി എനിക്ക് എന്തെങ്കിലും പറ്റിയെന്ന് പറഞ്ഞാൽ അതൊക്കെ എനിക്ക് മോശം. അതുകൊണ്ട് ഞാൻ തൻ്റെ പേര് കേസ് കൊടുക്കുന്നില്ല. ക്ലാസ്സല്ലേ 5 ലക്ഷം, എനിക്കത് പുത്തരിയല്ല. പിന്നെ ഞാൻ വെറുതെ വിടുന്നു, നരുതായതുകൊണ്ട്. എൻ്റെ കൺമണിനെ കാണരുത്, മനസ്സിലായല്ലോ? എൻ്റെ കൺമണി വരരുത്. ഞാൻ ഭീകരനാ. എൻ്റെ ഭീകരത്തെ അവളെ കാണിക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോവാം. അവളെങ്ങാനും കേസ് കൊടുത്തിരുന്നെങ്കിൽ ഞാൻ നാറും. ഇനി ഡാഡിയോട് ഞാൻ എന്ത് പറയും? പേടിത്തോണ്ട് നീ വന്നോ? ഓ മൈ ലവ്. ഈ പെണ്ണിനെ കൊണ്ട് ഒന്ന് മിണ്ടാതിരിയടി. നമ്മളെ തമ്മിൽ എല്ലാവരും തെറ്റിദ്ധരിക്കും. ഞാൻ പൊക്കുന്ന കാട്ട്. ആരെന്തെന്ന് വെച്ചാൽ എനിക്ക് കുഴപ്പമില്ല. നീ ഞങ്ങളുടെ ലവ് ഗുരു അല്ലേ, പ്രണയത്തിന്റെ രാജകുമാരി. പിന്നെ പ്രണയത്തിന്റെ രാജകുമാരി. നിനക്ക് പഠിക്കാനൊന്നുമില്ലടി. ഞാൻ പഠിക്കുന്നതാണല്ലോ. സഖി. സഖി എന്ന പുതിയ നോവലിന്റെ പേര്. അതാ ഞാനിപ്പോ വായിച്ചോണ്ടിരിക്കുന്നത്. 3-4 പേജ് ആയിട്ടുള്ളൂ. ഇനിയും കുറെ കിടക്കുന്നു. നോവല് വായിച്ചിരിക്കുന്നതോടെ എന്റെ എല്ലാത്തിലും കോഴിമുട്ട കിട്ടുന്നത്. നീ ഇവിടെ ഇരിക്കണോ? എന്റെ കൂടെ വാ, പെട്ടെന്ന് വാ. നീ ഇപ്പൊ എന്തിനെങ്ങനെ ഓടി വരുന്നേ? എന്തിനാ ഞാൻ വരുന്നേ? എങ്ങോട്ടാ? എന്താ കാര്യം? നീ ഇങ്ങനെയൊക്കെ ചോദ്യം ചോദിച്ചാൽ ഞാൻ എങ്ങനെ ഉത്തരം പറയാനാ? നീ ഇവന്റെ കൂടെ വന്നേ. എന്റെ ധോണി, നീ വാ, ഇവിടെ വാടെ. കയ്യെ പിടിച്ച് വിളിക്കാതെ ഞാൻ വരാം. എടേ ഷാരോ, ഞാനും ഉണ്ട്. എടേ തൊട്ട് എന്നെയും കൂടെ കൂട്ടിട്ട് പോടാ. നിക്കുന്നു. ഷാരോ, നീ എന്തിനാ ഇപ്പൊ എന്നെ കാന്റീനിലേക്ക് വിളിച്ചു കൊണ്ടുവന്നത്? നിനക്ക് വിശക്കുന്നുണ്ടോ? വിശപ്പുണ്ടെങ്കിൽ തന്നെ വന്ന് കഴിച്ചാ പോരെ. നിന്നെയൊക്കെ കൂട്ടി വന്ന് എന്റെ പോക്കറ്റ് കാലിയാക്കാൻ നിൽക്കണോ? അയ്യടാ, നിന്റെ പറച്ചിൽ കേട്ടതല്ലോ. ഞങ്ങൾക്ക് വേണ്ടി നീ എപ്പോഴും ചെലവാക്കുന്നെന്ന്. നീ കാര്യം പറയടി ചെറുക്കാ.
എടോ രേഷ്മയാണെന്ന് വിചാരിച്ച സുഷമ ഇവിടെ ചൈലവ്യ പറഞ്ഞു. സുഷമയുടെ അടുത്ത് കാര്യം പറഞ്ഞു എന്ന് പേര് മാറി ഗ്രീഷ്മ എന്നും വിളിച്ചു. മൊത്തത്തിൽ പ്രശ്നമായി. എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യേ. അതെന്തായാലും നന്നായി. നിനക്ക് അങ്ങനെ തന്നെ വേണടാ. അടിപൊളി, നന്നായി. എടാ കാട്ടുകോഴി, ഈ കോളേജിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടി നീ വെറുതെ വിട്ടിട്ടുണ്ടോ? പ്രൊഫസർമാരുടെ പിന്നാലെ ഇടയ്ക്ക് ലവ് ലെറ്റർ കൊണ്ട് നടക്കില്ലല്ലോ നിന്റെ പണി. നിന്നെ സഹായിക്കാൻ എനിക്ക് പറ്റില്ല. എടി ഇത് കോഴിത്തരല്ല. എന്നെ സഹായിച്ചോടും വരയ്ക്ക്. ഞാൻ നിങ്ങളുടെ ഫ്രണ്ട് അല്ലേ. എടി എന്റെ സ്നേഹം എല്ലാവർക്കും ഞാൻ പങ്കിട്ട് കൊടുക്കുന്നത് ഇത്ര വലിയ തെറ്റാണോ? ഒരിക്കലും തെറ്റല്ല, നല്ല കാര്യം തന്നെയാ. പക്ഷേ എന്റെ അടുത്ത് ഇതും പറഞ്ഞു വരണ്ട. എല്ലാവർക്കും സ്നേഹം നീ പങ്കിട്ട് കൊടുക്കാൻ ഞാൻ നിന്നെ സഹായിക്കില്ല. 3 മണി എന്നെ തല്ലിക്കൊല്ലോടി പ്ലീസ്. നീ എന്നെ ഒന്നും സഹായിച്ചില്ലെങ്കിൽ ഞാൻ നിനക്ക് ശപിക്കാടി. ഒരുത്തം പോലും നിന്നെ ഒന്നും തിരിഞ്ഞു നോക്കില്ല. ഒരു ഐ ലവ് യു കേൾക്കാൻ നീയൊക്കെ കൊതിക്കൂടി, കൊതിക്കൂ. നോക്കിക്കോ. ഷാരോൺ, അയ്യോ ഗ്രീഷ്മ, ഷാരോൺ നീ ഒന്നും കഴിക്കുന്നില്ലേടാ? വിശപ്പിനെക്കാളും വലുത് ജീവനല്ലേ? പാവം, അതിന്റെ എല്ലും മുടിയും പല്ലെങ്കിലും തിരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. അതിനുള്ള സാധ്യത എന്തായാലും കുറവാ. നിന്റെ കോളേജിലെ സ്റ്റുഡൻസ് എല്ലാം കൊള്ളാലോ. പഠിപ്പൊഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. എൻ്റെ സ്റ്റുഡൻസ് ഞാൻ അടിച്ച് ആക്ഷേപിക്കാതെ. എൻ്റെ ക്ലാസ്സിലെ പിള്ളേർ തന്നെയാ, ക്ലാസ്സിലല്ല കോളേജിൽ തന്നെ ടോപ്പ് സ്റ്റുഡൻസാ. ധോനി എല്ലാ ആക്ടിവിറ്റീസിലും പങ്കെടുക്കും, വിജയിക്കുകയും ചെയ്യും. ആൾക്ക് മറ്റൊരു പേരും കൂടെ ഉണ്ട്, ലവ് ഗുരു. ലവ് ഗുരു? എന്താ ആ ചെറുക്കൻ്റെ എന്തി ഈ പെൺകുച്ചി എല്ലാവരോടും പ്രണയിച്ച് നടക്കുകയാണോ? അങ്ങനത്തെ ഒരു കുട്ടിയല്ല ധോനി, പാവം കുട്ടിയാ. അച്ഛൻ്റെ ഒരേ ഒരു മോളാ. അധികം സാമ്പത്തിക ശേഷിയൊന്നുമില്ല. അച്ഛനെന്തോ ഒരു കോഫി ഷോപ്പിൽ എന്തോ വർക്ക് ചെയ്യുക. അവള് നന്നായി പഠിക്കും, പിന്നെ ലവ് ചെയ്യുന്നവരെ സഹായിക്കും, വേർപിരിയാൻ പോകുന്നവരെ ഒന്നിപ്പിക്കും. പ്രണയിക്കുന്നവരൊരിക്കലും വേർപിരിയരുതെന്ന അവളുടെ ആഗ്രഹം. ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടർ ആണല്ലോ ലയ. നീ എനിക്ക് ആ കുട്ടിയെ ഒന്ന് പരിചയപ്പെടുത്തിയതാ. ഒരാളെ പ്രണയത്തെ വീഴ്ത്താൻ ആ കുട്ടിയെ സഹായിക്കാൻ നോക്കാലോ. എന്റെ സ്റ്റുഡൻസിനെ കുറ്റം പറഞ്ഞിരുന്നതാ. അല്ല, ഈ പ്രായത്തിൽ നീ ആരെ പ്രണയത്തെ വീഴ്ത്താനാ? നിനക്ക് കല്യാണം കഴിഞ്ഞൊരു മോനുള്ള കാര്യം മറന്നോ? ഒന്ന് കെട്ടിന്റെ ശീലം മാറിയിട്ടില്ല, പിന്നെ ഇനി അടുത്തത്. ലയ, നിനക്ക് എന്റെ മോനെ അറിഞ്ഞൂടെ? അവനിപ്പോ വല്ലാത്തൊരു ഡിപ്രഷനിലൂടെ പോകുന്നത്. എത്ര വർക്ക് അവന്റെ തലയില് ഇച്ചായം കെട്ടിവെക്കുന്നെന്ന് അറിയോ? എന്നാലും ഒക്കെ അവൻ കോളാക്കി കൊണ്ടുവരും. പഴയ പോലെ തന്നെയാ. ഈ കൊച്ചിന് അവനെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവൻ ഇനിയൊരു പെൺകുട്ടിയെ പ്രണയിക്കുന്ന എനിക്ക് തോന്നുന്നുണ്ടോ? എന്തായാലും ഞാൻ പരിചയപ്പെടുത്തി തരാം. നീ സംസാരിച്ചോക്ക്. പിന്നെ ആ കൊച്ചിനെ കൊണ്ടുവല്ല അബദ്ധത്തിലൊന്നും ചാടിക്കരുതോ, പാവ അവള്. എനിക്ക് ആ കൊച്ചിനെ ഇഷ്ടമായിടി. ഞാൻ ആ കൊച്ചിനെ ഒരു അബദ്ധത്തിലും ചാടിക്കത്തില്ല. ശരി, കോളേജിലെ ടീച്ചറും സ്റ്റുഡന്റ് ഒന്നല്ല നീ. ടൈം കഴിഞ്ഞു, ഇനി വണ്ടി വിട്ടോ, പിന്നെ കാണാം. ഓക്കെ പ്രൊഫസർ, ഞാൻ പോകുന്നു. വിശ്വസിച്ചിട്ടല്ലേ ഞാനൊരു കാര്യം ഏൽപ്പിച്ചത്. പോത്ത് പോലെ വളർന്നില്ലേ, എന്നിട്ട് എന്താ ഒരു പ്രേമം പൊട്ടിന്ന് പറഞ്ഞ് വെള്ളം ഒടിച്ച് അവിടെ ഇവിടെയൊക്കെ പോയി വീട്. എക്സ്പെൻസീവ് ആയിട്ട സാധനം ഈ പൊട്ടിച്ച് എന്റെ മുന്നിൽ തകർന്ന് കിടക്കുന്നത്. എന്റെ ബിസിനസിന്റെ തകർച്ച കൂടി കാണുന്നത് നീ. ഇച്ഛയൊന്ന് നിർത്തുന്നുണ്ടോ? നിങ്ങൾ ഇങ്ങനെ പ്രഷർ കൂടി നിങ്ങൾക്ക് വല്ല ഹാർട്ട് അറ്റാക്കും വരും. എന്റെ കൊച്ചിരുന്ന് കരയുന്ന കണ്ടല്ലേ? അവൻ മനസ്സറിഞ്ഞൊന്നും ചെയ്തല്ലോ, അറിയാതെ പറ്റിപ്പോയതല്ലേ. ആർക്കൊരു മിസ്റ്റേക്ക് ഒക്കെ പറ്റിയെന്ന് വരും. ഹാർട്ട് അറ്റാക്ക് വന്നില്ലെങ്കിൽ അത്ഭുതം ഉണ്ടാവുള്ളൂ. കാരണം അതിനുവേണ്ടി ഈ ഒരുത്തൻ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന എന്റെ ഏറ്റവും വലിയ മിസ്റ്റേക്ക്. എന്താടാ, ഒരാണല്ലേ, അതിനനുസരിച്ച് നിന്നൂടെ? അതിനെ വഷളാക്കി വെച്ചിരിക്കുക. അത് നിന്റെ പോക്കറ്റ് മണി ഞാൻ കട്ട് ചെയ്യും. ഡാഡി എന്നെ ചീത്ത പറയുന്നു. ഡാഡി പോക്കറ്റ് മണി കട്ട് ചെയ്താൽ ഞാൻ എങ്ങനെ ജീവിക്കും അമ്മ? നിർത്തി അവിടുന്ന്. നാളെ മുതൽ വന്ന് മര്യാദയ്ക്ക് ഓഫീസിൽ വർക്ക് ചെയ്തോ, കേട്ടോ? അയ്യോ, എന്തൊരു വേദന. മമ്മ ഞാൻ ഓഫീസിൽ പോവില്ല. ഡാഡി അടുത്ത് പറഞ്ഞ് എങ്ങനെ ശരിയാക്കും അമ്മ? എനിക്ക് ഓഫീസിൽ പോയി ബോറടിക്കാൻ വയ്യ. ചെറുക്കം മേടിക്കണ്ടേന്ന് നിന്നെ ഞാൻ സപ്പോർട്ട് ചെയ്തെന്ന് കരുതി എല്ലാത്തിനും കൂട്ടി നിൽക്കുന്നു വിചാരിച്ചോ? ഡാഡി നിന്നെ കൂടുതൽ പറയാൻ ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യുന്നോണ്ടാ. എടാ, ക്ലാസ്സിൽ 15 ലക്ഷം രൂപ വില. ആ മിത്ത് ഗ്രൂപ്പിന്റെ പ്രോജക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഡാഡി അയാൾക്ക് പ്രസന്റ് കൊടുക്കാറുന്ന സാധനം നീ പൊട്ടിച്ചിട്ട് വന്നത്. മമ്മ, ഞാൻ മേടിച്ച് പൊട്ടിച്ചതല്ല, അതൊരു പെയിന്റ് കയറി വന്ന് പൊട്ടിച്ചതാ. ഞാൻ വെള്ളടിച്ചിട്ടൊന്നുമില്ല. മമ്മയ്ക്ക് എന്നെ തീരെ വിശ്വാസമല്ലേ? വിശ്വാസമില്ല? അമ്മാതിരി കാട്ടിക്കൂട്ടില്ലേ നീ ഒരിടയ്ക്ക് വെച്ച് ഇവിടെ കാണിച്ചായിരുന്നു ബ്രേക്കപ്പ് ആയെന്നും പറഞ്ഞ്. മര്യാദയ്ക്ക് നാളെ മുതൽ ഓഫീസിൽ പൊക്കണം. നിന്റെ കൂട്ടുകാരൻ ശരണില്ലേ, അവനെ ഞാൻ നിന്റെ കൂടെ വിട്ടോളാം. ഡാഡിയുടെ ഒപ്പം കഴിഞ്ഞ് മമ്മി ക്രൂരയായി തുടങ്ങി. എന്നെ കുറിച്ച് ചിന്തിക്കത്തില്ല. ഈ പക്ഷിയുടെ ചെറുക്ക് വെട്ടി കൂട്ടിലിറക്കിയ മമ്മയ്ക്ക് എങ്ങനെ തോന്നുന്നു? ഓ, ഒരു പക്ഷി.
കൂട്ടിലടയ്ക്കുന്നല്ലേ ഉള്ളൂ, വെട്ടിനുറുക്കി കറിയൊന്നും വെക്കുന്നില്ലല്ലോ. ഇനി അധികം സംസാരിച്ച് ഞാൻ അതാവും ചെയ്യാം കേട്ടോ. എന്താ മോളെ നീ ഇങ്ങനെ നോക്കുന്നത്? അച്ഛൻ ഇത്ര പ്രായമായിട്ട് ഇങ്ങനെ ഏൺസ് ആയിട്ടിരിക്കുന്ന എന്താ? ഞങ്ങളുടെ കോളേജിലെ പിള്ളേർക്കൊന്നും ഒരു ലുക്ക് തന്നെ ഇല്ല. ആമ്പിളേര് നോക്കി തുടങ്ങിയ നീ ലവേഴ്സിനെ സഹായിക്കുന്ന പോരാഞ്ഞിട്ട് നീ ഇപ്പൊ ഇതും തുടങ്ങിയോ? നോട്ട് നിന്റെ പഠിത്തത്തിൽ നീ ഉഴപ്പരുത്. നിനക്ക് ഏതെങ്കിലും ചേർക്കുന്ന ഇഷ്ടമാണോ എന്റെ മോളെ? അച്ഛൻ ഞാൻ പറഞ്ഞെന്നുള്ളൂ, എനിക്ക് അങ്ങനെ ആരെയും ഇഷ്ടമല്ല. ഇപ്പൊ നീ പഠിച്ച് നല്ലൊരു ജോലി മേടിക്കും. അത് കഴിഞ്ഞിട്ട് നിന്റെ അമ്മായിയുടെ മോനായിട്ട് നിന്റെ കല്യാണം ഞാൻ ഉറപ്പിച്ചതല്ലേ? അതൊക്കെ നടത്തി നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കും. ഈ പഠിത്തത്തിന്റെ ഇടയിൽ എന്തിനാ മോളെ ഈ ലവ് ഗുരു എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർക്ക് ഈ ലവ് സെറ്റാക്കി നടക്കാനൊക്കെ നിൽക്കുന്ന നീ? എന്റെ സന്തോഷത്തിന് വേണ്ടി അച്ഛാ. പ്രണയിക്കുന്നവരെന്നും ഒന്നിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നടക്കില്ലെന്നറിയാം, പ്രശ്നങ്ങളുണ്ടാവും, വേർപിരിയലുണ്ടാവും. എന്നാലും എന്നെക്കൊണ്ട് കഴിയുന്നത് ഞാൻ ചെയ്യുന്നു. ആരും സ്വന്തം സ്വാർത്ഥതയ്ക്കും സ്വന്തം ആഗ്രഹങ്ങൾക്ക് വേണ്ടി കുടുംബത്തെ ഉപേക്ഷിച്ച് പോവാതിരുന്നാൽ മതി. മോളെ ദേവി, നിനക്ക് അമ്മയെ കാണുന്ന ഒരിക്കലും ആഗ്രഹം തോന്നിയിട്ടില്ലേ? ഇല്ല, ഒരിക്കലും ആഗ്രഹം തോന്നിയിട്ടില്ല. അച്ഛനെ എന്നെ ഉപേക്ഷിച്ച് അവരുടെ സന്തോഷം, അവരുടെ ഭാവി നോക്കി പോയതല്ലേ. ആ പോയവർ അങ്ങനെ തന്നെ പൊക്കോട്ടെ അച്ഛാ. നമ്മുടെ ജീവിതത്തിലേക്ക് ഇനി അവര് വേണ്ട. എന്താ എന്ത് പറ്റിയച്ചാ? എന്റെ കുട്ടി ഒരുപാട് വളർന്നു. ലയമ്മയുടെ എന്തിനാ കോഫി ഷോപ്പിലേക്ക് വരാൻ പറഞ്ഞത്? ധോനി, ഇതെന്റെ ഫ്രണ്ട് നീനു. ഹായ് ബേബികൾ. നീനുനാ ധോനിയെ കാണണമെന്ന് പറഞ്ഞത്. നീനു ധോനിയുടെ അടുത്ത് കാര്യങ്ങളെല്ലാം പറയും. എന്നാ പ്രവസരിച്ചല്ലേ, ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് ബാക്കി ഡീലിംഗ് ഒക്കെ ചെയ്തോളാം. ബായ്. മേഡം, എന്നെ എന്തിനാ കാണണമെന്ന് പറഞ്ഞേ? എന്താ പറയാനുള്ളത്? മോളെ, എൻ്റെ മകന് ഒരു ലവ് സെറ്റാക്കി കൊടുക്കൂ. അയ്യോ, ഞാൻ ചെറിയ കുട്ടികൾക്കൊന്നും നോക്കാറില്ല. ചെറിയ കുട്ടിയൊന്നുമല്ല, 28 വയസ്സ് വരെ വളർന്ന ഒരു പനപോൽ ചെക്കനാ. നോണ പറയാലോ മേഡം. മേഡത്തിന് കണ്ട അങ്ങനെ എത്ര വലിയ പ്രായമുള്ള മോനുണ്ടെന്നൊന്നും പറയില്ലല്ലോ. മേഡം വിളി നിർത്തി ആന്റി എന്ന് വിളിക്കും മോളെ. അയ്യോ, കണ്ടാ വിളിക്കാൻ തോന്നണ്ടേ? സന്തൂർ മമ്മി. പോ മോളെ, ചെറുപ്പത്തിലെ കല്യാണം കഴിഞ്ഞു, അതുകൊണ്ടാ. മോളെ, എൻ്റെ മോൻ്റെ കാര്യം ഒന്ന് പരിഗണിക്കൂ. പ്രണയനരേശെന്നും പറഞ്ഞ് ആരെയും കെട്ടില്ലെന്നും പറഞ്ഞിരിക്കുക അവൻ. അയ്യോ, വിളിക്കാൻ തോന്നില്ല, എന്നാലും വിളിക്കാം ആൻറ്റി. ഞാനങ്ങനെ പുറത്തുനിന്നുള്ള ഈ കേസൊന്നും എടുക്കലില്ല. ഫ്രണ്ട്സിനും കോളേജിൽ അറിയാവുന്നവർക്ക് മാത്രമേ ഈ ലവിൻ്റെ കാര്യത്തിലൊക്കെ ഇടപെടാറുള്ളൂ. ഐ എം സോറി ആൻറ്റി, എന്നെ കൊണ്ട് പറ്റില്ല. മോളെ, അങ്ങനെ കൈയൊടിയല്ല ആൻറ്റീനെ. എക്സ്ക്യൂസ് മീ, ഞാനിവിടെ ഒന്ന് ഇരുന്നോട്ടെ, വേറെ സ്ഥലമില്ല. യോ, സിറ്റ് ഡൗൺ. മോളെ, മോൾക്ക് മാത്രം അവനെ രക്ഷിക്കാൻ പറ്റൂ, പ്ലീസ് മോളെ. അയ്യോ ആൻറ്റി, ഞാൻ എന്ത് ചെയ്യാനാ? എന്നെ കൊണ്ട് പറ്റില്ല. താങ്ക് യു സോ മച്ച് എനിക്കിവിടെ ഇരിക്കാൻ സ്ഥലം തന്നതിന്. കുട്ടിയുടെ പേരെന്താ? എന്താ ഒന്നും സംസാരിക്കാത്ത? ഇവിടെ ഇരിക്കാൻ പറഞ്ഞെന്ന് കരുതി എന്റെ ദേഹത്ത് തൊടാനുള്ള ലൈസൻസ് അല്ലാതെ. കൈയെടുക്കടാ, നിന്റെ ഞരമ്പ് രോഗം ഞാൻ തന്നെ തീർത്തരട പുല്ലേ. ഇമ്മാതിരി തെണ്ടിത്ത നീ ഞാനോട് ചെയ്യരുത്. മൈ സൂപ്പർ ബേബി. ആന്റി, നമുക്ക് പോവാറുണ്ട്, വരൂ. മോളെ, നീ രാവിലെ തന്നെ ഇവിടെ പോയിരുന്നു. എത്ര നേരം ഞാൻ വെയിറ്റ് ചെയ്തു. ഞാനൊരു ആന്റിയെ പരിചയപ്പെടാൻ പോയതാ. നല്ല ഗ്ലാമർ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആന്റി. ഞാൻ അച്ഛന് വേണ്ടി ഒന്ന് നോക്കാന്ന് വിചാരിച്ചു, പക്ഷെ കെട്ടി കുട്ടിയുള്ളതായിപ്പോയി. രാവിലെ തന്നെ എന്റെ കളിയൊക്കെ ഇറങ്ങിയിരിക്കുകയാണ് നീ. എനിക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. എന്താ എനിക്ക് വേണ്ടിട്ട് സ്പെഷ്യൽ ഉണ്ടാക്കിയിരിക്കുന്നത്? എന്താ വെച്ചിരിക്കുന്നത്? പറ. 2-3 ഗ്ലാസ് കൽപ്പിക്കൻ ജ്യൂസും 4-5 തരം സ്പൈസി ഫുഡും വന്നെടുത്ത് കഴിച്ചിട്ട് വയറ് നിറക്കി. അയ്യോ, എന്റെ മഹേശ്വരൻ എന്നോട് പിണങ്ങിയേ. അച്ഛ പിണങ്ങല്ലേ അച്ഛ, എനിക്കതൊന്നും വേണ്ട, അച്ഛൻ തന്നെ കഴിച്ചു.
ക്ലാസ്സിൽ വല്ല പാമ്പുണ്ടോ? പോയി പെണ്ണിനെ കൊണ്ട്. എടി ഞാനാ വിളിച്ചത്. ആ പേപ്പർ ഇങ്ങത്താ, ഞാനും കുറച്ചൊന്ന് എഴുതട്ടെ. അതിന് എന്റെ എഴുത്ത് കഴിഞ്ഞിട്ടില്ല. ഹിമ, നീ എന്റെ പേപ്പർ വെച്ചോ? ചതിക്കല്ലേ ചന്തു, ഞാൻ എഴുതി കഴിഞ്ഞാൽ എനിക്ക് 1 മാർക്കെങ്കിലും കിട്ടും. നിന്റെ പേപ്പർ നോക്കി എഴുതി എനിക്ക് അതുപോലും കിട്ടത്തില്ല. എടുത്തോണ്ട് പോടി. ശരി, നിന്നെ കൊല്ലൂടി ഞാൻ. സൈലൻസ് പ്ലീസ്. ധോനി, യെസ് സാർ. ധോനി തന്റെ അപ്പുറത്തപ്പുറത്ത് ഇരിക്കുന്നവരോട് ഒന്നും മിണ്ടാതിരുന്നിട്ട് പരീക്ഷ എഴുതാൻ പറഞ്ഞൂടെ? പഠിച്ചിട്ടുണ്ടാവില്ല. താഴെയുള്ളത് എന്തെങ്കിലും പേപ്പറിലൊന്ന് എഴുതി വെക്കാൻ പറയും. രണ്ടൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? രണ്ടിനുള്ളത് കിട്ടി. ഷാരോൺ, ഇവിടെ നിങ്ങൾ കോമഡി പറഞ്ഞോ? ഞാൻ ഇല്ല സാർ, സോറി സാർ. വൈറ്റ് പേപ്പർ അങ്ങനെ തെരഞ്ഞെടുത്ത് ഷാരോൺ, എന്തെങ്കിലുമൊക്കെ എഴുതി വെക്ക്. തന്റെ പേരെങ്കിലും എഴുതിയിട്ടോ നോക്ക്. നന്ദു, നിന്റെ എക്സ്പ്രഷൻ എന്താ ഇങ്ങനെ? ചേഞ്ച് ആയി പോയതാ. ഞാനിപ്പം ജോലി ചെയ്തുകൊണ്ടിരിക്കാം. എനിക്ക് എന്നാലും നിന്റെ അടുത്ത് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞില്ലേ? എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. ഇനി വിളിച്ച് ശല്യപ്പെടുത്തരുത് പ്ലീസ്. അങ്കിള് നിൽക്കുന്നടി. അച്ഛാ, ധോനിക്കുട്ടി എന്താ ഇവിടെ? അയ്യോ, ഫ്രണ്ട്സ് ഉണ്ടല്ലോ. ഞങ്ങള് വന്നത് ഇഷ്ടമായില്ലേ അങ്കിളിന്? അങ്ങനെയൊന്നുമില്ല മോളെ, ഇത് കഫേയില്ലേ, ആർക്ക് വേണമെങ്കിലും വരാലോ. മിസ്റ്റർ പങ്കേഷ്, എന്താ പ്രശ്നം എന്ന് എനിക്കറിയാം. എനിക്കൊരു നാണക്കേടുമില്ല. എന്റെ അച്ഛനൊരു വെയിറ്റർ ആണെന്ന് എന്റെ കോളേജ് മൊത്തം അറിയാവുന്നതാ. എല്ലാ ജോലിക്കും അതിൻ്റെതായ മാന്യതയുണ്ട് അച്ഛാ. അച്ഛൻ്റെ മോളെ അച്ഛന് നല്ല മനസ്സിലാക്കിയിട്ടുണ്ട്. ഞങ്ങൾ പേടിച്ചു പോയി. മക്കൾ എന്തായാലും ഇരിക്കെ, നിങ്ങൾക്ക് നല്ല കോഫി ഞാൻ ഉണ്ടാക്കി തരാം. പിന്നെ സ്പെഷ്യൽ ഐറ്റംസും ഉണ്ട്, കൊണ്ടുവരാവേ. അങ്ങളെ എടുക്കുമ്പോൾ 2-3 പ്ലേറ്റ് കൂടുതൽ എനിക്ക് എടുത്തോടെ, നല്ല വിശപ്പ്. എനിക്ക് ഇപ്പൊ കൊണ്ടുവരാം. നോക്കിയിരിക്കാതെ എടുത്ത് കഴിക്ക്, കോഫിയൊക്കെ കുടിക്കേ. തുടങ്ങിക്കോ. അച്ഛാ, എങ്ങോട്ട് പോവാ? ഇവിടെ ഇരിക്കെ. ഇരുന്ന് എനിക്കിത് വായി തന്നെ. എനിക്ക് ഒരെണ്ണം കഴിക്കാൻ മടിയാ. ധോനി മോനെ, ഇത് വീടല്ല, അച്ഛനിവിടെ ജോലി ചെയ്യേണ്ടതാ. അച്ഛാ, ശങ്കറിന്റെ അങ്ങളുടെ അടുത്ത് ഞാൻ ചോദിച്ചതാ. അച്ഛന് 9 മണിക്കല്ലേ ഡ്യൂട്ടി അവസാനിക്കുന്നത്. ഇത് ഞാൻ 7 മണി മുതൽ ഓഫർ വെച്ച് പങ്കള് തന്നിട്ടുണ്ട്. അപ്പൊ എന്റെ കൂടെ ഇരുന്ന് കഴിക്കാം. വാ അച്ഛാ. ഈ കൊച്ചിനെ കൊണ്ട് ഞാൻ തോറ്റല്ലോ. അച്ഛാ, എനിക്ക് വായി തരാതെ കഴിക്കുവാ? എന്തെങ്കിലും വേണമെങ്കിൽ നീ മേടിച്ചു കഴിച്ചോ. ഇന്നത്തെ ചെലവ് എന്തായാലും അച്ഛൻ തന്നെ തരാം. പതിയെ തിന്നടി, ഞാൻ മേടിച്ച ഭക്ഷണം കൂടി എടുത്ത് കഴിക്കുക. ദഹിക്കത്തില്ലടി. അച്ഛാ, ആരെ ഫോണില്? കൊറേ വിളിക്കുന്നു. അച്ഛൻ ഫോൺ എടുക്ക്. അണ്ണോ നമ്പർ മോളെ, ആരെന്നറിയില്ല, കുറെ വിളിക്കുന്നു, ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല. മോളിത് നോക്കണ്ട, മോളെ കഴിക്കേ. അച്ഛാ, എന്താ പറ്റി? അച്ഛാ, അച്ഛാ, എന്താ പറ്റിയത്? അച്ഛാ, ധോനി, അങ്കിളിന് ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല. നീ റിലാക്സ് ആവ്. അങ്കിൾ, അങ്കിൾ, ധോനിയെ ഇങ്ങനെ പേടിപ്പിക്കുന്നു. ധോനി, നീ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞാൽ എങ്ങനെയാ? കരയാതിരിക്കാൻ അങ്ങനൊന്നും ഉണ്ടാവില്ല. ചെറുതായിട്ട് തല ചുറ്റിയതായിട്ടായിരിക്കും. മഹേഷിന്റെ ഫാമിലിയിൽ നിന്ന് ആരെങ്കിലും ഉണ്ടോ? ഞാൻ മഹേശ്വരന്റെ മകളാ. മഹേഷിനോട് മോയിനെ തന്നെ ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞതാ. ആളിത് നീട്ടി വെച്ചോണ്ടാ ഹെൽത്ത് കണ്ടീഷൻ ഇങ്ങനെയത്. എനിക്ക് മനസ്സിലായില്ല. അച്ഛൻ എന്താ? മഹേഷിന് ഹാർട്ടിന് ചെറിയ ബ്ലോക്ക് ഉണ്ട്. ഫസ്റ്റിലെ തന്നെ ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞതാ. ആൾ ഇത്ര നീട്ടി വെച്ചോണ്ടാ ഇത്രയും ക്രിട്ടിക്കൽ ആയത്. ഇനി പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ അത് മോളുടെ അച്ഛന്റെ ജീവന് തന്നെ ആപത്താണ്. ഓപ്പറേഷൻ ചെയ്തല്ലോ ഡോക്ടർ, എന്റെ അച്ഛനെ രക്ഷിക്കൂ. കുറച്ച് ചെക്കപ്പ് ഒക്കെ ചെയ്യണം. അതിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓപ്പറേഷന്റെ ഡേറ്റ് തീരുമാനിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഓപ്പറേഷന്റെ ഡേറ്റ് തീരുമാനിച്ച ഉടനെ തന്നെ ഓപ്പറേഷനുള്ള എമൗണ്ട് ഇവിടെ കെട്ടിവെക്കണം. ഒരു 5 lakhs വരും. 5 lakhs? ഡോക്ടർ, അതിന്റെ കയ്യിൽ എടുക്കാനില്ല. എന്റെ അച്ഛനെ രക്ഷിക്കണം. പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ മോളെ, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പൈസ അടച്ചേ പറ്റൂ. ഞാൻ മാനേജ്മെന്റിനോടൊന്ന് സംസാരിക്കാം കുറയ്ക്കാൻ വേണ്ടി.
എന്തായാലും ചെക്കപ്പ് ചെയ്ത് ഡേറ്റ് നമുക്ക് തീരുമാനിക്കാം. നാളെ മോളുടെ അച്ഛനെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോയിക്കോളൂ. ഒരു 4 മാസത്തെ ഇടാം. അതിനുള്ളിൽ എന്തായാലും ഓപ്പറേഷൻ നടത്തിയിരിക്കണം. കൊണ്ടുപോകുന്നൊക്കെ ശരി, അച്ഛനെ ടെൻഷനും വിഷമൊന്നും ഉണ്ടാക്കിക്കരുത്. ശ്രദ്ധിച്ചു നോക്കണം. ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പിനും വരണം. എന്താ ഒരു കിടപ്പ് സുന്ദര പുരുഷന്റെ, മനുഷ്യനെ പേടിപ്പിച്ചു കളഞ്ഞു. അടുത്ത നീ സമ്മതിച്ചല്ലേ ഞാൻ സുന്ദരനാണെന്ന്. എനിക്കിവിടെ മടുത്തു. നമുക്ക് പോവാം. ഇപ്പൊ ഇത്ര നേരം ഈ ഹോസ്പിറ്റലിൽ തന്നെ. എനിക്കിവിടെ സുഖമാണല്ലോ. ഞാൻ ഇവിടെ സുഖവാസത്തിന് വന്നതല്ലേ. എല്ലാം ഒളിപ്പിച്ചു വെച്ചിട്ട് എന്റെ അടുത്ത് സംസാരിക്കാൻ വന്നേക്കരുത്. നമുക്കിടയിൽ ഒരു രഹസ്യമില്ലെന്ന് പറഞ്ഞിട്ട്. സോറി മോളെ. അച്ഛൻ നിന്റെ അടുത്ത് പറഞ്ഞ നീ വിഷമിക്കുന്ന കരുതിയിട്ടാ പറയാതിരുന്നെ. ഇപ്പൊ ഞാൻ ഒട്ടും പേടിച്ചില്ലല്ലോ. 4 മാസം, അതിനുള്ളിൽ ഓപ്പറേഷൻ ചെയ്തോണം. പൈസ എവിടുന്നാ കുട്ടി? ലോട്ടറി അടിക്കും നിനക്ക്? ആ, എന്നിട്ട് ഓപ്പറേഷൻ നടന്നതന്നെ. നമ്മുടെ വീടില്ലേ, അതങ്ങ് വിറ്റാ മതി, എല്ലാം ശരിയാവും. എന്റെ വീടിന്റെ പത്രത്തിൽ നീ ഇങ്ങനെ കൈവച്ചിട്ടുണ്ടെങ്കിൽ ശരിയാക്കും. കഷ്ടപ്പെട്ട് ഞാൻ സമ്പാദിച്ചത് നിനക്ക് വേണ്ടിയാ. അത് വിറ്റ് നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇപ്പൊ ഞാൻ ചാവാനൊന്നും പോകുന്നില്ലല്ലോ. കുറച്ച് നാളിനുള്ളിൽ പോവും. ഓപ്പറേഷൻ ഒന്നും വേണ്ട എനിക്ക്. ശരി അച്ഛൻ, ടെൻഷൻ ആവാതെ. ഞാൻ വീടൊന്നും വിൽക്കുന്നില്ല, പോരെ. അച്ഛൻ ഇവിടെ റെസ്റ്റ് എടുക്ക്. ഞാനേ പുറത്ത് പോയിട്ട് ബില്ലൊക്കെ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് വരാവേ. ധനി, അങ്കിളിനിപ്പോ എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. നാളേക്ക് ഡിസ്ചാർജ് ചെയ്യാന്നാ പറഞ്ഞത്. നിങ്ങൾ ആരും പോയില്ലേ? സമയം ഒരുപാടായല്ലോ. ഇപ്പത്തെ രാത്രിയായി. അങ്കിൾ ഹോസ്പിറ്റലായിരിക്കുമ്പോ നിന്നെ തലച്ചാക്കിട്ട് ഞങ്ങൾ എങ്ങനെയാ പോകുന്നത്? എന്തായാലും നാളെ നമുക്ക് ഡിസ്ചാർജ് ചെയ്ത് ഒരുമിച്ച് തന്നെ പോവാം. ഹോസ്പിറ്റലിൽ ഇത്ര പേര് നിൽക്കാൻ പാടില്ല. നിങ്ങൾ പോവാൻ നോക്ക്. ഞങ്ങൾ ഇവിടെ എവിടെയൊക്കെ നിന്നോളാം. അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ എന്തായാലും നിന്റെ കൂടെ തന്നെ ഉണ്ടെന്ന്. ശരൺ, എനിക്ക് ബോറടിക്കുന്നു. എന്തെങ്കിലും ബാലരമി കളിക്കുടിക്കോ, അല്ലെങ്കിൽ ആ ഫോണെങ്കിലും താ. ഞാനതിൽ വല്ല ഗെയിമിങ്ങിനും കളിച്ചിരിക്കട്ടെ. 1 മാസം ഇനി ഓഫീസിൽ വന്നു തുടങ്ങിയിട്ട് എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? ബോറടി മാറ്റാൻ വേണ്ടിയിട്ട് ഇതായിരിക്കുന്ന ഫയൽസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് സൈൻ ചെയ്ത് വെക്കേ. ഇല്ലെങ്കിൽ ഞാൻ അങ്കിളുടെ അടുത്ത് വിളിച്ച് പറയും നീ കാട്ടിക്കൂട്ടുന്നത്. എടാ, നീ എൻ്റെ പേഴ്സണൽ അസിസ്റ്റന്റ് മാത്രമല്ല, എൻ്റെ ചൈൽഡ്ഹുഡ് സ്വീറ്റ് ആയിട്ടും കൂടി അല്ലടാ. എന്നോട് വേണോടാ. എടാ, ഇത്തിരി ദയാദാക്ഷിണ്യെങ്കിലും നിനക്ക് കാണിച്ചൂടെ? സത്യത്തിൽ നീ എൻ്റെ ഡാഡിയുടെ മമ്മിയുടെയും ചാരനല്ലേ? എനിക്കറിയാം എന്നെ ഒറ്റക്കൊടുക്കുന്ന നീ ഒറ്റൊരുത്തനാണെന്ന്. നീ എനിക്ക് വയ്യ, ഞാൻ പുറത്തു പോവാ. ആന്റണി, ഞാൻ അങ്കിളുടെ അടുത്ത് വിളിച്ച് പറയൂട്ടോ. വെറുതെ പ്രശ്നത്തിൽ നിൽക്കണ്ട. നീ ഒന്ന് പോയേ, എനിക്ക് പുറത്തു പോകണം. നീ എനിക്ക് ഭ്രാന്താ ഓടി ഇരുന്നിട്ട്. നാം പുറത്ത് പോയി കാറ്റ് കൊള്ളു. നിനക്കുള്ള പണി ഞാൻ തയ്യാക്കി തരാം. ആ റൂമിന്റെ ഉള്ളിൽ AC. ഈ കാറ്റിന്റെ 7 അയലത്ത് പോലും വരില്ല. എന്നാ തലോടൽ. ആരാ? ഇവിടുത്തെ എംപ്ലോയി ആണോ? അല്ല, ഇവിടുത്തെ ചെയർമാൻ ജോർജിന്റെ മോനെ എവിടെയാ? ജോർജിന്റെ മകൻ ഞാനാ, ആന്റണി ജോർജ്. അച്ഛന്റെ ഫ്രണ്ടാണ് അങ്കിള്. മാർട്ടിൻ. അങ്കിള് മാർട്ടിൻ അല്ല, ആന്റണി ജോർജ്. മാർട്ടിൻ വന്ന് ഇവന്റെ കൈയും കാലും തല്ലി ഓടിക്കടാ. കയ്യും കാലും ഇത് ആചാരമാണ്. എന്റെ അടുത്തേക്കാണല്ലോ വരുന്നത്. അങ്കിള്, ഞാൻ തെറ്റിദ്ധരിച്ചതാ. ഞാൻ ചുമ്മാ ഒരു ഗമയ്ക്ക് പറഞ്ഞ. ഞാൻ ആന്റണി ജോർജ് അല്ല. ആന്റണി ജോർജ് അല്ലെന്നോ? കള്ളം പറയുന്നടാ. ആരാടാ നീ? നീ ആരായാലും ഇന്ന് നീ ചാവും എന്റെ കൈകൊണ്ട്. കള്ളം പറയുന്നോ? ഞങ്ങൾക്ക് നിന്റെ ഫോട്ടോ മുന്നേ തന്നെ കിട്ടിയതാടാ. വിടറല്ലേ? അയ്യോ, എന്നെ ആരെങ്കിലും രക്ഷിക്കണേ. എന്നെ കൊല്ലാൻ വരുന്നേ ആരെങ്കിലും ഉണ്ടോ? ആന്റണി, ഓടാതടാ. ജോർജിന്റെ മകൻ ഇത്രയും പേടിത്തൂറിയായിരുന്നോ? ഓടുന്ന ഓട്ടം കണ്ടില്ലേ? നീ എന്റെ സാമ്രാജ്യം തകർക്കാന്ന് വിചാരിച്ചു. നിന്റെ സാമ്രാജ്യം തകർക്കാൻ നോക്കി എന്നെ നേരിടാം, അല്ലാതെ എന്റെ മോനെ കരുവാക്കാൻ നോക്കരുത്. അവരെ തോട്ട കൊല്ലും ഞാൻ നിന്നെ. ഓ മൈ ഗോഡ്, മൈ ബേബി. ഫേസ് ഒക്കെ കണ്ടില്ല, ആകെ റെഡായി അവിടെ ഇവിടെ. എന്റെ കൊച്ചിനടിച്ചാലും നിങ്ങൾ വെറുതെ വിട്ട് വെച്ചായ? അവനെ കൊല്ലണ്ടായിരുന്നല്ലേ? സാറേ, നീ എവിടെയായിരുന്നു അപ്പോ? ഞാൻ ഓഫീസിലായിരുന്നു ആന്റി. ഞാൻ ഇവിടെ അടുത്ത് പോകണ്ടെന്ന് പറഞ്ഞതാ. പോയിട്ട് ഓരോന്ന് മേടിച്ച് കൂട്ടിക്കോളും.
എന്തായാലും അവിടെ നിന്ന് ഓടിയത് നന്നായി. പിന്നെ അങ്കിള് വന്നതും ഇല്ലെങ്കിൽ അവൻ ഡെഡ് ബോഡി ആയേനെ. ഇരിക്കും ഇരിപ്പിന് കണ്ടില്ലേ എല്ലാം ചെയ്തു വെച്ചിട്ട്. പിഞ്ചു കുഞ്ഞാണ് അവന്റെ വിചാരം. ഡാഡിയുടെ പരിചയം കേട്ടാ തോന്നും ഞാൻ വേനച്ച് വല്ലതും പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവർ എന്നെ തേടി വന്നാന്ന്. ഡാഡി ഓരോ ബിസിനസ് പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് അവരെ എന്നെ ടാർഗറ്റ് ചെയ്യുന്നത് ഡാഡി കാരണ അല്ലേ മമ്മ? എന്നിട്ട് ഡാഡി എന്നെ കുറ്റം പറയുന്ന കേട്ടില്ലേ മമ്മ? എന്റെ കുഞ്ഞിന്റെ ശത്രുക്കളെ ഇച്ഛയും കാരണം വരുന്നത്. മര്യാദയ്ക്ക് എന്റെ കുഞ്ഞിന് ബോഡി ഗാർഡിനെ നിയമിക്ക്. ബോഡി ഗാർഡ് എന്തിനാ? അവനൊരാളല്ലേ, അവനെ സംരക്ഷിക്കാൻ അറിഞ്ഞൂടാ. അമ്മ മോൻ എന്താ കാട്ടിക്കൂട്ട്? ശരൺ, എത്രയും പെട്ടെന്ന് ബോഡി ഗാർഡ്സിന് ഇന്റർവ്യൂസ് നടത്തണം. ബെസ്റ്റ് ബോഡി ഗാർഡ്സ് ആയിരിക്കണം എന്റെ മോനുണ്ടാവേണ്ടത്. ധനി, അങ്കിളിന് ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ? ഓക്കെ അല്ലേ? പിന്നെ നീ 2 ദിവസം എന്താ ക്ലാസ്സിൽ വരാഞ്ഞേ? ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ലല്ലോ. അച്ഛൻ ഇപ്പൊ കുഴപ്പമൊന്നുമില്ലടാ, ഓക്കെ ആണ്. ഒരു 4 മാസം നമുക്ക് തന്നിട്ടല്ലേ, അതിനുള്ളിൽ എന്തെങ്കിലും പൈസ ഉണ്ടാകണ്ടേ? അതുകൊണ്ട് പാർട്ട് ടൈം ജോലിക്ക് നോക്കുമായിരുന്നു. ഒന്നും കിട്ടുന്നില്ല. ആകെ കൂടി സ്വരുക്കൂട്ടി ഇതൊക്കെ നോക്കിയാൽ 1.5 ലക്ഷം രൂപയെ കയ്യിലെടുക്കാനുള്ളൂ. എന്ത് ചെയ്യുന്ന എനിക്ക് അറിയില്ലടാ. ധോനി, നീ വിഷമിക്കാതിരിക്കും, ഞങ്ങളെ കൂടെയല്ലേ, കുറച്ച് ഞങ്ങളെ സഹായിക്കാം. പിന്നെ നിന്റെ ജോബിന്റെ കാര്യം ഞാൻ എന്റെ ഡാഡിയുടെ അടുത്തൊന്ന് പറഞ്ഞു നോക്കട്ടെ. ഹായ് ടെന്നു ബേബി, എന്താ ഓർമ്മയുണ്ടോ എന്നെ? എന്നെ വിളിക്കാൻ പറഞ്ഞിട്ട് പിന്നെ വിളിച്ചില്ലല്ലോ. ആർക്കാ ജോബിന് ആവശ്യം? സോറി ആന്റി, കുറച്ച് തിരക്കായിപ്പോയി. ആന്റി ഇരിക്കേ. ആന്റി ലയമിസിനെ കാണാൻ വന്നതാണോ? എന്തായാലും ഞാനൊരു കോഫി മേടിച്ചുതരാം ആന്റിക്ക്. ധോനി, നിങ്ങൾ സംസാരിക്കേ, ഞങ്ങൾ അങ്ങോട്ട് പോവാം. പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യണം. ബൈ ആന്റി. ബൈ ധോനി, പിന്നെ കാണാമെന്നോ? ബൈ ആൻറ്റി. ധോനി ബേബിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ടെങ്കിൽ ആന്റിയുടെ അടുത്ത് പറയേ. അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല ആന്റി. ഞാൻ പാർട്ട് ടൈം ആയിട്ട് ജോബ് കിട്ടുമെന്ന് അന്വേഷിക്കുക, അതിന്റെ കാര്യം പറയായിരുന്നു. മോൾക്ക് ഞങ്ങളുടെ ഓഫീസിൽ എന്തെങ്കിലും ജോലി തരായിരുന്നു. പക്ഷെ മോള് ഡിഗ്രി കംപ്ലീറ്റ് അല്ലല്ലോ. പിന്നെ ഞാൻ പറഞ്ഞ ജോലി മോള് ചെയ്യോ? എന്റെ മോനെ പ്രണയം എന്താണെന്ന് പഠിപ്പിച്ച് അവനെ നല്ലൊരു മനുഷ്യനാക്കി ഒന്ന് എടുക്കും മോള്. അയ്യോ ആന്റി, ഇതൊരു ജോലിയാണോ? ഇതൊക്കെ ജോലിയുടെ കൂട്ടത്തിൽ കൂട്ടാവോ? പ്ലീസ് ആന്റി, വേറെ എന്തെങ്കിലും ജോബ് ഉണ്ടെങ്കിൽ പറയാണ്ടി, എനിക്ക് വളരെ വലിയ ഉപകാരമായി തരും അത്. വേറെന്ത് ജോലിയാ? മോൾക്ക് സ്റ്റണ്ട് നന്നായിട്ട് അറിയില്ലേ? അന്ന് ഫൈറ്റ് ചെയ്യുന്ന ആന്റി കണ്ടതല്ലേ? ആന്റിയുടെ മോന് ഒരു ബോഡി ഗാർഡിന് ആവശ്യമുണ്ട്. മോള് വരുമോ? അവനെ കുറച്ച് ഫൈറ്റും പഠിപ്പിക്കണം. ഇന്നാൾ ആരെയൊക്കെ തല്ലുകൊണ്ടാവാൻ വന്നത്. അതൊരു പാവായതുകൊണ്ട് തല്ല് കൊള്ളാൻ അറിയൂ, കൊടുക്കാൻ അറിഞ്ഞൂടാ. കർത്താവിന്റെ പുണ്യം കൊണ്ട് രക്ഷപ്പെട്ടത്. ബോഡി ഗാർഡോ? ഞാനോ? പറ്റില്ലെന്ന് പറയില്ലേ മോളെ, ആന്റിക്ക് വേണ്ടിയല്ലേ. പിന്നെ ഇപ്പോഴത്തെ ബോഡി ഗാർഡിന് ഞങ്ങൾ നിശ്ചയിച്ചിരിക്കുന്ന ശമ്പളം 50,000. മോളാണെങ്കിൽ അത് കൂട്ടിത്തരാം. 50,000? എപ്പോ ജോയിൻ ചെയ്തെന്ന് ചോദിച്ചാൽ മതി ആന്റി. ഡബിൾ ഓക്കെ, ഡബിൾ ഓക്കെ. ആന്റിക്ക് എന്നോട് വല്ല വിരോധമുണ്ടോ? ഇതെങ്ങാനും അങ്കിൾ അറിഞ്ഞോ എന്നെ കരുത്ത് തീരുമാനാവും. ഒന്നാമത് എന്തുദ്ദേശിച്ചുണ്ടാ? ശരിക്കും ബോഡി ഗാർഡ് ആക്കാൻ തന്നെയാണോ അതോ മരുമകളാക്കാനാണോ? മരുമളാക്കണം ആഗ്രഹമുണ്ടടാ. പക്ഷേ ആ സുന്ദരിയായ മോൾക്ക് എന്റെ പൊട്ടനായ മോൻ ചേരില്ലല്ലോ, അതാ പ്രശ്നം. നീ ആലപ്പുഴ പുന്നമടക്കാലിന്റെ അവിടെ ഒരു പ്ലോട്ട് നോക്കുന്നില്ലേ? നിനക്ക് അവരെ തരില്ലെന്നല്ലേ പറഞ്ഞേ? എന്റെ ഫ്രണ്ടിന്റെ അച്ഛന്റെ പേരിലത്. ഞാൻ പറഞ്ഞവര് നിനക്ക് ഫ്രീ ആയിട്ട് തരുമത്. മുന്നേ ഇത് പറയണ്ടെന്നാ? എപ്പോഴേ കാര്യം നടന്നു ചോദിച്ചാൽ പോയി. ആ കുട്ടി അവന്റെ ബോഡി ഗാർഡായി ഞാൻ അപ്പോയിന്റ്മെന്റ് ചെയ്തിരിക്കുന്നു. പിന്നെ അവസാനം അവരറിഞ്ഞു കഴിഞ്ഞാൽ കൈയൊഴിയരുത്. ഞാൻ നിന്നെ കൈയൊഴിയില്ല, പ്രോമിസ്. പിന്നെ ധോനിമോളും ആന്റണിയായിട്ട് അടുക്കാൻ നീ കുറച്ച് സഹായം ചെയ്യണം. ചേരില്ലെന്ന് പറഞ്ഞിട്ട് ചേരത്തൊന്നുമില്ല, പക്ഷെ എന്ത് ചെയ്യാം, എന്റെ മനസ്സ് അനുവദിക്കണ്ടേ. പിന്നെ എന്റെ മോളെ നല്ലപോലെ നോക്കണം. അവൾക്ക് എന്തിനെന്താ നീ കൂടെ ഉണ്ടാവണം. ഓക്കെ മാഡം, ഞാൻ ഏറ്റു. ബൈ. ധോനി, നീ ഇത് എങ്ങോട്ടായി രാവിലെ തന്നെ നേരത്തെ പോകുന്നേ? കോളേജിൽ ഇത്ര നേരത്തെ എത്തേണ്ട ആവശ്യമില്ലല്ലോ. അച്ഛൻ ഇന്നു മുതൽ നീ വർക്കിന് പൊക്കോട്ടെ. അടങ്ങി ഒതുങ്ങി ഇവിടെ എങ്ങാനും ഇരുന്നോണം. അടുത്ത ആഴ്ച ഒരു ചെക്കപ്പ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ എന്താ പറയാൻ നോക്കട്ടെ, എന്നിട്ട് ജോലിക്ക് പോവാം. ഞാനിപ്പോ ഒരു പാർട്ട് ടൈം ജോലി എനിക്ക് സെറ്റ് ആക്കിയിട്ടുണ്ട്. അത് ഞാൻ പോയി ചെയ്യട്ടെ, എന്നിട്ട് വേണം എനിക്ക് കോളേജിൽ പോവാൻ. പിന്നെ ഞാൻ വരുന്നവരോട് അടങ്ങി ഒതുങ്ങി ഇരുന്നോണം, വല്ല കുറുമ്പൊന്നും കാണിക്കരുത്. എനിക്ക് വയ്യെന്ന് കരുതിയിട്ട് എന്നെ അങ്ങ് അടിച്ചു ഭരിക്കാന്ന് വിചാരിച്ചോ നീ? ഞാൻ ആരോട് ചോദിച്ചിട്ട് നീ ജോലിക്ക് പോകാൻ തീരുമാനിച്ചത്? എന്റെ അടുത്തൊരു വാക്കെങ്കിലും നീ ചോദിച്ചോ? അധികം ബഹളത്താക്കാതെ അവിടെ എവിടെയെങ്കിലും മുക്കിലെ മൂലയിലെ പോയിരിക്കെ, ഇല്ലെങ്കിൽ വീണ്ടും വരും വല്ല വയ്യാക. കിളവനായി. ആരുടെ കിളവനായത്? ഞാനോ? നിനക്ക് എന്റെ കണ്ണിന് വല്ല കുഴപ്പം പിടിച്ചോ?
ദേ നിക്ക് ചോദിച്ചതിന് മറുപടി തന്നിട്ട് പോ. ആരോട് ചോദിച്ചിട്ടാ നീ ജോലിക്ക് പോകാൻ തുടങ്ങിയതെന്ന്? എനിക്ക് വയ്യായിക ഇപ്പൊ എന്നെ ഒരു വിലയില്ലാതായോ നിനക്ക്? തിരിച്ചു നീ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നേ? വന്നിട്ട് തരാൻ നിനക്കുള്ളത്. എടാ നീ എനിക്ക് ബോഡി ഗാർഡിനെയോ അതെനിക്ക് വേണ്ടി മാട്രിമോണിയൽ പെണ്ണിനെയാണോ അന്വേഷിച്ചത്? ഇതെന്താ ഈ ഫോട്ടോ കൊടുന്ന് വെച്ചിരിക്കുന്നത്? ഈ നരുന്ന പെണ്ണാണോ എന്റെ ബോഡി ഗാർഡ് ആവുന്നത്? എടാ കൊച്ചിനെ വില കുറിച്ചൊന്നും കാണണ്ട. നല്ല കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ആ കൊച്ച്. അതുപോലെ വേറെ കുറെ ബെൽറ്റ് ഒക്കെ ആ കൊച്ചിനുണ്ട്. നിന്റെ ബോഡി ഗാർഡ് ആ കുട്ടീനെ പറ്റിയത്. ബെൽറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ആ കൊച്ചിനോട് അതെടുത്ത് പാൻറിലിടാൻ പറയും. അതിന് ഇങ്ങോട്ട് എന്തിനാ എഴുന്നള്ളുന്നത്? ഞാനൊന്ന് ഊതിക്കഴിഞ്ഞാൽ പറന്നു പോകുന്ന സീറോ സൈസ് ആണോടാ ഈ ബോഡി ഗാർഡ്. അയാളുടെ ബോഡി ഷേപ്പ് കണ്ട് നീ അയാളെ വില ഇരുത്തരുത്തിട്ടോ. ആ കുട്ടി വന്ന് ജോലി ചെയ്യട്ടെ, എന്നിട്ട് നോക്കാലോ. എടാ ഞാൻ ഈ കൊച്ചിനെ എവിടെ കണ്ടിട്ടുണ്ടടാ? എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. പണ്ടെങ്ങാനും നീ പ്രപ്പോസ് ചെയ്ത റിജക്ട് ചെയ്ത വല്ല കൊച്ചാണോടാ? എടാ റിജക്ട് ചെയ്ത കാര്യമൊക്കെ എന്തിനാ പറയുന്നേ? ഒന്നാമത് ഈ കൊച്ചിനെ ഞാൻ പ്രപ്പോസ് ചെയ്തിട്ട് പോലും ഇല്ല. ആന്റണി സാർ എന്താ സാർ? മീറ്റിങ്ങിന് സമയം എല്ലാവരും എത്തിയിട്ടുണ്ട്. സാർ വരുന്നുണ്ട്. ഹായ് എവരിബഡി, നമുക്ക് ന്യൂ പ്രോജക്റ്റ് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യണം. 3 ഗ്രൂപ്പായിട്ട് തിരിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും നല്ല പ്രോജക്റ്റ് ആരാണോ റെഡിയാക്കി തരുന്നത് അവരുടെ പ്രോജക്റ്റ് ആയിരിക്കും ഞാൻ സബ്മിറ്റ് ചെയ്യുന്നത്. സാർ ഇപ്പൊ ഭയങ്കര സീരിയസ് ആയിട്ടാണല്ലോ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അയ്യോ ഏത് ഫ്ലോറാന്നറിയില്ലല്ലോ. നേരെ വൈകി ഇനിയിപ്പോ എന്ത് ചെയ്യും സാർ? എനിക്ക് കണ്ണടക്കരി പൊക്കി വെള്ളറക്കൊണ്ടിരിക്കുക. എന്റെ മോനും കളർഫുൾ കണ്ണില്ലടി നിനക്ക് മുഖത്ത്. നോക്കി നടന്നൂടെ? ഫസ്റ്റ് ഉണ്ട് നേരെ വൈകണ്ടാച്ചിട്ട് ഓടി വന്നതാ സർ. പക്ഷെ കണ്ടില്ലായിരുന്നു. കാണാൻ പാടില്ലാത്താണെങ്കിൽ കാണുകയും ചെയ്തു. ഒന്ന് മിണ്ടായിരിക്കും. തനിക്കിത് എന്താ? നിന്നെ ഞാൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോ. നീ തവളല്ലേ? അയ്യോ തവളയില്ല സർ, ഞാൻ ധ്വനിയാണ് ധ്വനി. തവളയല്ല എടി, നീയല്ലടി അന്ന് എന്റെ ക്ലാസ് പൊട്ടിച്ചത്. അവൻ തന്നെയാണല്ലോ ഇവൻ. 50 രൂപയുടെ ക്ലാസ്സിന് 5 ലക്ഷം പറഞ്ഞവനല്ലടാ നീ. പരിചയക്കാരാണെന്നാ തോന്നുന്നു. നല്ല പരിചയക്കാരാ. വന്നോണ്ട് തന്നെ തുണി കഴിച്ചില്ലേ? എന്താ നോക്കി നിൽക്കുന്നേ? എല്ലാവരും അവരവരുടെ ജോലി ചെയ്ത് പോയിട്ട്. ധ്വനി, ആന്റണി ക്യാബിനിലേക്ക് വാ. നീ എനിക്ക് 5 ലക്ഷം തരാൻ വേണ്ടി വന്നാണോ? പക്ഷെ അത് 5 ലക്ഷം അല്ല, 15 ലക്ഷം. അത് തന്നിട്ട് നീ പൊക്കോ. ചോദിക്കുമ്പോ പൈസ എടുത്തിട്ട് ഞാൻ ബാങ്കല്ല, ഞാനിവിടെ ജോലിക്ക് വന്നതാ. ജോലിയോ? ഇവിടെ നിനക്ക് ജോലിയൊന്നുമില്ല. ആദ്യം പൈസ എടുക്ക് വേണേ. അല്ല, ആന്റി എന്റെ തല കുരിശാണ് എടുപ്പിച്ചത്. ആന്റണി എന്തൊക്കെയാ വിളിച്ച് പറയുന്നേ? ഇത് നമ്മുടെ പുതിയ ബോഡി ഗാർഡാ. സോറി, നിന്റെ പുതിയ ബോഡി ഗാർഡാ. എന്താ? എങ്ങനെ? പറ്റില്ല. ഇപ്പൊ തന്നെ ഇടയ്ക്ക് വിട്ടോളാം. ഡിസ്മിസ്. അപ്പോയിന്റ്മെന്റ് ഡിസ്മിസ് ഒരു ദിവസവും. അച്ഛൻ്റെ ഓപ്പറേഷൻ എന്ത് ചെയ്യും? അവനൊരിക്കലും മോളെ പൊടികാടാൻ അംഗീകരിക്കില്ല. പക്ഷെ ഒരു വഴിയുണ്ട്. അവൻ എന്തെങ്കിലും എതിർപ്പ് പറയുകയാണെങ്കിൽ അവനെങ്ങ് പൊക്കി പറഞ്ഞോണം. ചെറുക്കൻ ആ സ്പോട്ടിൽ വീണോളും. ആന്റണി നീ എന്താ പറയുന്നേ? ആ കുട്ടീനൊപ്പം അപ്പോയിന്റ്മെന്റ് ചെയ്തിട്ടുള്ളൂ, അപ്പേക്ക് ഡിസ്മിസ് ഒക്കെ പറയുന്നേ. നീ അതാ കുട്ടിയൊപ്പം വർക്ക് ചെയ്ത് നോക്ക്. എനിക്കൊന്നും കേൾക്കണ്ട ശരൺ. ആ കുട്ടീനെ ഇവിടുന്ന് പറഞ്ഞു വിട്ടേക്ക്. ബോസ് അങ്ങനെ കൈയൊഴിയരുത്. ജെ കമ്പനി വർക്കില്ലെന്നുള്ളത് എൻ്റെ അന്ത്യാഭിലാഷമാണ്. സീരിയസ്ലി? ജീവിതാഭിലാഷാണ് സാർ, ജീവിതാഭിലാഷം. മാറിപ്പോയതാ. സാറിനെ പോലെ സൗന്ദര്യവും അതുപോലെ ഇത്രയും ഇന്റലിജന്റും ജീനിയസുമായിട്ടുള്ള ഒരാളുടെ ഒപ്പം വർക്ക് ചെയ്യാൻ കിട്ടിയത് എൻ്റെ പുണ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് സാർ. ഈ കൊച്ചിന്റെ ഒരു കാര്യം ഇന്റലിജന്റ് ജീനിയസ് ഇവനാ. കൊച്ചു തള്ളി മറിക്കാണല്ലോ. ബോസിന് വേണ്ടി ഒരു ജീവൻ കളയാൻ വരെ തയ്യാറാണ് ഞാൻ. ബോഡി ഗാർഡ് എന്ന നിലയ്ക്ക് ഞാൻ എന്നും വിശ്വസ്തത കാണിച്ചിരിക്കും ബോസ്. ആ ബോട്ടലിന് 5 ലക്ഷമാണ് ഞാൻ സമ്മതിച്ചിരിക്കുന്നത് ബോസ്. ബോസ് അത് പൊട്ടിപ്പോയത് എൻ്റെനാ. ഒരു അബദ്ധം പറ്റിപ്പോയി. പക്ഷെ അതിന് കാശ് തരാൻ ഇന്ത്യയിലില്ല ബോസ്. ബോസിന്റെ അത്ര വലിയ പൈസക്കാരൊന്നല്ല ഞങ്ങള്, പാവങ്ങളാ ബോസ്. എന്താ കുട്ടി ഇത്? ഞാൻ പൈസ ചോദിച്ചോ? നമുക്കിടയിൽ എന്തിനാ പൈസയൊക്കെ? 5 ലക്ഷമല്ലേ? അത് പോയാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ താനിന്റെ ബോഡി ഗാർഡല്ലേ, എനിക്കൊരു പോറിൽ പറ്റാതെ നോക്കണം. ശരൺ, ഈ കുട്ടിക്ക് ക്യാബിൻ കാട്ടി കൊടുക്കൂ. ചെല്ലു. താങ്ക് യു ബോസ്, താങ്ക് യു സോ മച്ച് ബോസ്. ബോസിന് ഒരു കോടി പുണ്യം കിട്ടും ബോസ്. ധ്വനി താ. അല്ല ശരൺ, നീ ഒന്ന് നിന്നടാ. ഞാൻ എങ്ങോട്ടൊക്കെ പോകുന്നുള്ള ഷെഡ്യൂൾ ആ കൊച്ചിന് കൈമാറണം. പാവം കൊച്ചാ, അതിന് നീ ബുള്ളിങ് ഒന്നും ചെയ്യരുത്.
ഞാൻ ബുള്ളി ഓ യോ പാവം കൊച്ചു, ഞാൻ ആ കൊച്ചിനെ തെറ്റിദ്ധരിച്ചു പോയി. എന്താ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ആ കൊച്ചു പറയുന്നത്? സാർ സാർ ഒരു മിനിറ്റ് നിൽക്കോ സാർ. സാർ എനിക്ക് ബോഡി ഗാർഡിന്റെ ഡ്യൂട്ടി ഇല്ലാതെ വേറെന്തെങ്കിലും വർക്ക് അവിടെ ഉണ്ടോ? ധോനി എന്നെ സാറൊന്നും വിളിക്കണ്ട, ശരന്ന് വിളിച്ചാൽ മതി. ബോഡി ഗാർഡിന്റെ വർക്കിനല്ലേ താൻ വന്നത്? ബോസ് പുറത്തു പോകുമ്പോഴല്ലേ ബോഡി ഗാർഡിന്റെ ആവശ്യമുള്ളൂ. അതുവരെയ്ക്ക് ഞാൻ ഓഫീസിലിരുന്ന് എന്ത് ചെയ്യാനാ? എന്തെങ്കിലും വർക്ക് വന്നാൽ ഞാൻ ചെയ്യാൻ ശരൺ. ധോനി വേറെ വർക്കൊന്നുമില്ല. താൻ ആന്റണിയുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. അവന്റെ ബോഡി ഗാർഡ് ആവുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ലടോ. പിന്നെ അവന് വർക്ക് ചെയ്യാൻ തന്നെ താല്പര്യമില്ലാതെ മടി പിടിച്ചിരിക്കുന്ന ആളാ. അവന്റെ സ്വഭാവം എപ്പോഴും മാറാനൊന്നും പറയാൻ പറ്റില്ല. ഒരു ജോലി ഉണ്ടായിട്ട് അത് മര്യാദക്ക് ചെയ്യുന്നില്ലെന്നോ? ആന്റി വെറുതെ അല്ല ആന്റിയുടെ മോനെ നന്നാക്കാൻ എന്റെ കയ്യിൽ ഏൽപ്പിച്ചത്. വർക്ക് ചെയ്യിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. എന്റെ ഒരു മോരടി മാറ്റാനുള്ള വഴി എനിക്ക് കിട്ടി. താങ്ക് യു ശരൺ. അപ്പോ ബൈ. ഇത് എന്ത് കാട്ടിക്കൂട്ടാണ്? ഇത് എങ്ങോട്ടാ? പാർട്ട് ടൈം ജോലി എങ്ങനെയുണ്ട് മോളെ? എന്തായിട്ടാ നീ വർക്ക് ചെയ്യുന്നത്? അത് അത് പ്രീഷ്യസ് ആയൊരു വസ്തു കാത്തു സൂക്ഷിക്കാം. ചിലര് പുരാതന വസ്തുക്കളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീഷ്യസ് ആയിട്ടുള്ള എന്തെങ്കിലും അതിനെ ആരും പൊട്ടിക്കാതെ വേദനിപ്പിക്കാതെ നോക്കുന്ന ഒരു ജോലി. പുരാതന വസ്തു നോക്കി മ്യൂസിയത്തിലാണോ നീ വർക്ക് ചെയ്യുന്നത്? മോളെ, നിനക്ക് എവിടെയെങ്കിലും പാർട്ട് ടൈം ജോലി കിട്ടി? അത് മ്യൂസിയത്തിൽ തന്നെ. എന്റെ ഫ്രണ്ടിന്റെ ഡാഡി മുഖേന എനിക്ക് അവിടെ കിട്ടിയത് ഒരു 3 months. 3 മാസമായാലും 1 മാസമായാലും ജോലി ചെയ്യണമെന്ന് പറഞ്ഞ് പഠിപ്പിൽ ഉഴപ്പ് വരുത്തരുത്. നന്നായി പഠിക്കണം, മര്യാദയ്ക്ക് കോളേജിൽ പോകണം. പിന്നെ അച്ഛന് വയ്യെന്നും പറഞ്ഞ് ബുദ്ധിമുട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ആ ജോലി തന്നെ ചെയ്യാൻ നിൽക്കരുത്. അപ്പൊ തന്നെ അവിടുന്ന് ഒഴിവായിക്കണം കേട്ടോ. ഞാൻ ശരിക്കും പഠിച്ചോളാച്ചാ. പിന്നെ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ജോലി ഉപേക്ഷിച്ചിരിക്കും. ആന്റണി, ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ഓഫീസിന്റെ കാര്യമുള്ള ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നീ എപ്പോഴാണ് അണ്ടർവെയറിന്റെ പരസ്യത്തിന് ഇറങ്ങിയത്? എന്തായാലും നല്ല കളർഫുൾ ആയിരുന്നു. കളിയാക്കിയത് മതി. ആ കൊച്ചിനൊരു അബദ്ധം പറ്റിയതാ. പാവം, വിട്ടേക്ക്. അതും പറഞ്ഞ് എന്നെയും കളിയാക്കണ്ട. നീ തന്നെയാണ് ഈ പറയുന്നത് ആന്റണി? ആരെങ്കിലും നിന്നോട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവരോട് പെട്ടെന്നൊന്നും ക്ഷമിക്കാത്ത ആണല്ലോ നീ. ഇതിപ്പോ എന്താ ഈ പെങ്കൊച്ചിനോട്? പാവം കൊച്ചമ്മ, അതിന്റെ അച്ഛനെന്താ സുഖമില്ലാതിരിക്കത്ര. ആന്റണി തന്നെയാണ് ഈ പറയുന്നത്. എന്റെ ധോനിമോൾ എന്തായാലും കൊള്ളാലോ. ആരോട് ചോദിച്ചിട്ടാണ് അത് നിനക്ക് വേണ്ടി ഒരു ലേഡി ബോഡി ഗാർഡിന് ഏർപ്പാടാക്കിയത്? ഒരു പെങ്കൊച്ച്, അതിനെ കൊണ്ട് നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുമോ? പറ്റും ഡാഡ്, ഷീസ് വെരി നൈസ്. ഒരു പാവം കൊച്ചാ, ഇനി അതിനെ പറഞ്ഞു വിടല്ലേ. ഞാൻ നോക്കട്ടെ. നാളെ എന്തായാലും ഞാൻ ഓഫീസിലേക്ക് വരുന്നുണ്ട്, എന്നിട്ട് ഞാൻ തീരുമാനിക്കാം. വരുന്നൊക്കെ കൊള്ളാം. ഡാഡി അവിടെ വന്ന് ചീത്ത പറയരുത്. അത് അപ്പോഴത്തെ നിന്റെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും. ബോസ്, ഗുഡ് മോർണിംഗ് ബോസ്. ഗുഡ് മോർണിംഗ്. താനെന്താ ക്ലാസ് വെച്ചിരിക്കുന്നത്? ബോഡി കണ്ട ലുക്ക് കിട്ടാൻ വേണ്ടി വെച്ചതാ. എങ്ങനെ? കൊള്ളത്തില്ല, ബഗ്ഗറിന്റെ ലുക്കുണ്ട്. അവളുടെ ആത്മവിശ്വാസം തകർത്തല്ലോടാ. ഈ ലുക്ക് കൂടി വേണ്ടേ? തൂവാല പോലെ ഇരിക്കുന്നു. രണ്ടുപേരും നിൽക്കുന്നേ, ഞാൻ വെയിറ്റ് ഒക്കെ ഉണ്ട്. ദേ ബോസ്, ഞാനത് തെളിയിക്കും. ശരൺ, രണ്ടുപേരും കളയാക്കിട്ട് പോവാണോ? അയ്യോ, വീണ്ടും ധോനി, എന്തുദ്ദേശിച്ചോണ്ടാ? എന്റെ ക്യാബിനിലേക്ക് വാ. ഡാഡ്, ബോസ്, ബോസിന്റെ ബ്രദറാണോ അത്? ബ്രദറാ? നോ, ഹീസ് മൈ ഡാഡ്. ബോസ് നോട പറയരുത്, ഞാൻ വിശ്വസിക്കില്ല. ഇതോ ഡാഡോ? ധോനി, അങ്ങനെ കണ്ട ഒരാളെ പറയരുത്. ഹാഫ് സെഞ്ചുറി കഴിഞ്ഞിരിക്കാം. തലയിലെ വെള്ളമൊക്കെ ഡൈ ചെയ്ത് വെച്ചിക്ക. വിഗാണോന്നും കൂടി എനിക്ക് സംശയമില്ലായിക്കില്ല. ഡാഡി ഇന്ന് തന്നെ വരുന്നു വിചാരിച്ചില്ല. 2 days കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന് വിചാരിച്ച്. ഡാഡി വന്നിട്ട് കുറെ നേരമായോ?
കുറച്ചു നേരമായി നിന്റെ പുലിക്കളിക്ക് പോലത്തെ അണ്ടർവെയറിന്റെ കൺകുള്ള കാഴ്ച ഞാനും കണ്ടിരുന്നു. ആ സമയത്താണ് ഞാൻ വന്നത്. ആക്കിയ ചിരിയില വേണ്ട ധോനി. ആന്റണി, എനിക്ക് ധോനിയുടെ അടുത്ത് സംസാരിക്കണം. നീ ഒന്ന് പുറത്തേക്ക് പോ. ബോസ് ഡാഡ്, എന്ത് ഇത്ര സംസാരിക്കാനുള്ളത്? ഞാൻ ഉള്ളപ്പോൾ സംസാരിച്ച പോരെ. കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ട. നീ പുറത്തേക്ക് പോ. ഹലോ ധോനി. മോളിരിക്കെ. ഞാൻ ജോർജ് ഇൻമാനുവൽ. സാറിനെ കുറിച്ച് ആർട്ടിക്കിളൊക്കെ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. സാറെന്താ എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞത്? ധോനി, ഒരു പെങ്കൊച്ചിന്റെ ബോഡി ഗാർഡ് എടുത്തോണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്റെ മോൻ, അവന്റെ ജീവൻ എനിക്ക് അത്ര ഇമ്പോർട്ടന്റാ. താൻ അതിൽ എന്തെങ്കിലും പിഴവ് കാണിച്ച ബോസിന് ഞാൻ സംരക്ഷിച്ചോളും സർ. അഥവാ എൻ്റെ കയ്യിൽ എന്തെങ്കിലും പിഴവ് സംഭവിച്ചാൽ അതിന് എന്ത് പണിഷ്മെന്റ് വേണമെങ്കിലും സാറിന് തരാം. ഞാൻ ഏറ്റുവാങ്ങിക്കോളാം. താൻ ചെല്ലെന്തായാലും അവന്റെ കൂടെ എപ്പോഴും ഉണ്ടാവണം. ഓക്കെ സർ. താങ്ക് യു സോ മച്ച് സർ. ധോനി, ഒരു മിനിറ്റ്. ഇത് ഓഫീസാണ്, മര്യാദയ്ക്ക് നടക്കണം. ഓടി ചെന്ന് എന്റെ മോനിനി വസ്ത്രാക്ഷേപം ചെയ്യരുത്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോ എപ്പോഴും ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുക. സോറി സർ, ഇനി ആവർത്തിക്കത്തില്ല. ഞാൻ ശ്രദ്ധിച്ചോളാം സർ. ഈ നാണം കിട്ടും. ഇനി ബോസിന്റെ വായന്നിരിക്കണ കേൾക്കണമല്ലോ. ബോസ് എവിടെ? ഇങ്ങേരിതിപ്പോ എവിടെ പോയി? കാണുന്നില്ലല്ലോ. ബോസ് എന്താ? എന്തിനാ കരയുന്നേ? നമ്മുടെ വീഡിയോ ഇപ്പൊ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കല്ലേ. നമ്മുടെ വീഡിയോ? ആ വീഡിയോ. ഞാൻ തെറ്റിദ്ധരിച്ചു പോയി. അതിനിപ്പോ എന്താ? എല്ലാവരും എന്നെ കളിയാക്കുക ധോനി. നിനക്കറിയോ, ഈ ഓഫീസിൽ പോലും ആർക്കും എന്നെ വിലയില്ല. എത്ര ഞാൻ കരയുന്നുണ്ടെന്നറിയോ? ഞാൻ സ്നേഹിച്ച പെണ്ണ് കല്യാണത്തിന് എന്നെ ഇട്ടിട്ട് പോയത്. എനിക്ക് ആണത്തല്ല എത്ര കുട്ടിത്വ സ്വഭാവമാണെന്ന്. അവളെ ഞാൻ എത്ര അധികം സ്നേഹിക്കുന്നുണ്ടെന്ന് അവൾക്ക് കാണാൻ കഴിഞ്ഞില്ല. ബോസ്, ഞാൻ ബോസിനെ കുറിച്ച് ഇങ്ങനെയൊന്നല്ല വിചാരിച്ചത് കേട്ടോ. മോശമായി പോയി. ബോസ്, ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കാതെ ആളുകളുടെ വായ മൂടിക്കെട്ടാൻ നമുക്ക് കഴിയില്ലല്ലോ. ബോസിന് ഇട്ടേച്ച് പോയ പെണ്ണിനോട് പോവാൻ പറ. അവൾക്ക് ബോസിന് കിട്ടാനുള്ള യോഗമില്ല. പിന്നെ ബോസ്, അതിൽ വന്നിരിക്കുന്ന കമന്റൊക്കെ ശ്രദ്ധിച്ചോ? ഹാൻസം ബോയ് ആയിരിക്കും, സെക്സി ലുക്കാണെന്നൊക്കെ കൊടുത്തിരിക്കുന്നത്. അത് കണ്ടിട്ട് ഇങ്ങനെ ഇരുന്ന് മോങ്ങാൻ ബോസിന് തോന്നുന്നുണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ധോനി, വെറുതെ പറയാതെ. അവനുള്ള കമന്റ്സ് ഒന്നുമില്ല. ശരിക്കും അവന് വന്നിട്ടുണ്ടോ? ഇത് വായിച്ചു നോക്കൂ ബോസ്. വായിച്ചു നോക്കുക. കാട്ടും ഇപ്പൊ സമാധാനായില്ലേ? പിന്നെ ഓഫീസിലുള്ളവരുടെ വായ മൂടിക്കെട്ടാനുള്ള വഴി എന്തെങ്കിലും ബോസ് എന്റെ ഒപ്പം ഒന്ന് നിന്ന് തരൂ. ഞാൻ ധോനിയുടെ കൂടെ ഉണ്ടാവും. നീ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കാം. ഓ ഗോഡ്, ഇത്ര നേരം കണ്ടും കേട്ട് ഞാൻ ഇവിടെ നിന്നു. ഇനി കാണാനുള്ള ശേഷി എനിക്കില്ല. എന്താ ഇവിടെ നടക്കുന്നത്? ബോസിന് ഭയങ്കര വിഷമം. അതൊന്ന് മാറ്റി കൊടുത്തതാ, വേറൊന്നുമില്ല. നമുക്ക് 3 പേർക്കും പുറത്തൊന്ന് പോയാലോ? നൈറ്റ് ഡ്രൈവ് നല്ലതാ. പോകുന്ന വഴിക്ക് എന്റെ വീട്ടിൽ നിന്ന് ടോപ്പ് ചെയ്യോ? നൈറ്റ് ഡ്രൈവിനല്ല, ബോഡി ഗാർഡിന്റെ ഡ്രൈവറായിട്ട് വരാനാണ് ഉദ്ദേശിക്കുന്നത്. ശരി വാ. വരൂ ബോസ്, നമുക്ക് പോവാം. എന്താ ഇവിടെ വണ്ടി നിർത്തിയത്? ഇപ്പൊ തന്നെ 7:30 ആയി. 8:30 ആകുമ്പോൾ നിനക്ക് വീട്ടിൽ കയറിയ പോരെ ധോനി. ഇപ്പൊ നീ ഇവിടെ നിന്ന് അവന്റെ ഒപ്പം കാഴ്ച കാട്. ഞാൻ വല്ലതും കഴിക്കാൻ മേടിച്ചിട്ട് വരാം. പകലിന്റെ പ്രകാശത്തെക്കാട്ടും രാത്രിയുടെ ഈ ലാമ്പ് വെളിച്ചത്തില സിറ്റി കൂടുതൽ സുന്ദരിയാകുന്നത് അല്ലേ? ധോനി, എന്താണ് ബോസ്? ധോനി, താനൊരു ഗേളല്ലേ? ഗേൾസിന് വേറെ എത്ര ജോബ് ഉണ്ട്. താനെന്താ ഇത്ര റിസ്ക് ആയിട്ടൊരു ജോബ് തെരഞ്ഞെടുത്തത്? വാട്ട് ഈസ് ദ റീസൺ? എന്റെ വീട്ടിൽ കുറുമ്പ് പിടിച്ച് വായിച്ചു കയറിയ ഒരു കുട്ടിയുണ്ട്. എന്റെ അച്ഛന്റെ ഓപ്പറേഷന് വേണ്ടി പൈസ വേണം. അതിനാ. അതൊക്കെ, പക്ഷെ ഈ നരുന്ന പോലെ ഇരിക്കുന്ന താൻ എന്ത് കാട്ടിക്കൂട്ടാനാ? You don't believe me? ഞാൻ എന്നെ പ്രൂവ് ചെയ്തുതരാം. ഒരു മിനിറ്റ്. ധോനി, താൻ ഇതിന്റെ കാറിന്റെ പിത കയറുന്ന വീഴും. ഇറങ്ങും. ഞാൻ വീഴില്ല. എന്നെ പോലെ സ്ട്രോങ് ആയിരിക്കണം. നോക്ക്.
നിന്നെ എത്രയാകുമ്പോ ഞാൻ വീട്ടിൽ കൊണ്ട് വിടാന്ന് പറഞ്ഞല്ലേ, നീ റോട്ടിൽ കിടന്ന് എന്തിനാ ഉറങ്ങുന്നേ? അതല്ലടാ, അവള് റോഡിൽ ഉറപ്പുണ്ടോ നോക്കാൻ വേണ്ടി ഒന്ന് കിട്ടുന്നതാ. രണ്ടുപേരുടെയും കഴിഞ്ഞ് എന്നെ ഒന്ന് പിടിച്ച് എഴുന്നേപ്പിക്കോ? എന്താണ് സംഭവിച്ചത്? നിർത്ത നീ ശരിക്കല്. വാ. അയ്യോ എൻ്റെ നടു. അതെ, ഒരബദ്ധം ആർക്കും പറ്റും. അതും പറഞ്ഞ് ഇങ്ങനെ അട്ടഹസിക്കേണ്ട ആവശ്യമില്ല. പിടങ്ങാതെ ധനിക്കുട്ടി, എന്തായാലും നിന്നെ വീട്ടിൽ കൊണ്ടുവന്നാക്കാം. ഈ ഫുഡൊക്കെ നീ വണ്ടിയിലിരുന്ന് കഴിച്ചോ. വീട്ടിൽ പോയി നല്ല തൈലും ഇട്ട് ഒന്ന് ഒഴിഞ്ഞ് ചൂടുവെള്ളം പിടിച്ചേക്ക്. രണ്ടും എന്നിൽ നിന്ന് എന്തോ ഒളിക്കുന്നുണ്ട്, ഞാൻ കണ്ടുപിടിച്ചോളാം. മോള് കോളേജ് വിട്ട് അച്ഛനിവിടെ ഉണ്ടാവില്ല, വർക്കിന് പോയിട്ടുണ്ടാവും. മോളെ അച്ഛൻ കൊണ്ടുവിടണോ? വേണ്ട അച്ഛാ, ഞാൻ പൊക്കോളാം. അച്ഛൻ സമയത്തിന് മരുന്നൊക്കെ കഴിക്കണം കേട്ടോ. ഓക്കെ, ബൈ. സൂക്ഷിച്ചു പോണേ. എന്താ നിനക്ക് വേണ്ടത്? എന്തിനാ നീ എന്നെ ശല്യപ്പെടുത്തോണ്ടിരിക്കുന്നത്? എന്നെ വിളിക്കരുത് നീ പറഞ്ഞില്ലേ? എനിക്ക് നിന്നെ കാണാൻ താല്പര്യമില്ല. നീ നാട്ടിലെത്തിയിട്ടെങ്കിൽ ഞാനെന്ത് വേണം? വേണ്ട, നീ ധോനിയെ കാണരുത്. എവിടെ ഞാൻ വരേണ്ടത്? ഞാൻ എത്തിക്കോളാം. ഹായ് മഹി, എന്താ കാത്തുനിന്ന് ബോറടിച്ചു തുടങ്ങിയോ? ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എല്ലാവർക്കും ബോറടി തന്നെയാ. എത്രയും പെട്ടെന്ന് പറയാനുള്ള കാര്യം പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് വർക്കിന് പോകായിരുന്നു. പ്രാരാബ്ധക്കാരാണേ. എന്നെ ഇഷ്ടമല്ലെന്ന് വ്യക്തമായി തന്നെ പറഞ്ഞു. സാരമില്ല, ഞാൻ അക്സെപ്റ്റ് ചെയ്തത് തന്നെയാണ്. ഞാൻ വന്നത് എനിക്ക് ധോനിയെ കാണണം. എന്റെ മോള് വലിയ കാഴ്ചവസ്തുല്ല വരുന്നവർക്കും പോകുന്നവർക്കും കാണാൻ വേണ്ടി. ഇത് ഫോണിലൂടെ എന്നെ പറഞ്ഞിരുന്നെങ്കിൽ പറ്റില്ലെന്ന് ഞാൻ അപ്പൊ തന്നെ പറഞ്ഞിരുന്നല്ലോ. വെറുതെ എന്റെ സമയം വേസ്റ്റ് ചെയ്യാൻ. വരുന്നവർക്കും പോകുന്നവർക്കോ? ധോനി എന്റെ മോളാ മഹി, അത് മറന്നു നീ സംസാരിക്കരുത്. അവളെ കാണാൻ എനിക്ക് നിന്റെ പോലെ അനുവാദം വേണ്ട. 4 വയസ്സുള്ളപ്പോ എന്റെ മോളെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് നീ പോയതാ. നീ അവളെ മറന്നു പോയത്. ഞാനൊന്നും മറന്നിട്ടില്ല. അങ്ങനെ അവളെ ഇട്ടേച്ച് പോയി ഒന്ന് ഫോൺ പോലും വിളിച്ച് അന്വേഷിച്ചിട്ടില്ല. എന്നിട്ടിപ്പൊ നിനക്ക് കാണണം. എന്റെ കയ്യിൽ തെറ്റുണ്ട്. ഞാൻ ഒരിക്കലും എന്റെ മകളെ മറന്നിട്ടില്ല. തിരക്കുകൾ കാരണം അവളെ വിളിക്കാനോ അവളെ അടുത്തൊന്ന് സംസാരിക്കാനോ കഴിഞ്ഞിട്ടില്ല. അതും പറഞ്ഞ് അവളെ നിന്നെന്നെ അകറ്റാന്ന് വിചാരിക്കണ്ട മഹി. അവൾക്കൊരു ഇങ്ങനെയുടെ അമ്മയുണ്ടെന്ന് പറയുന്ന പോലും ദേഷ്യ. ഇനി നീ എന്നെയും എന്റെ മോളെ കാണാൻ ശ്രമിക്കരുത്. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ നോക്കരുത്. മിസ്റ്റർ മഹേശ്വർ, സ്വന്തം ജീവിതത്തിൽ എനിക്ക് സ്ഥാനമില്ലെന്ന് പറഞ്ഞിട്ട് ഇതുവരെയായിട്ട് മറ്റൊരു വിവാഹം കഴിച്ചിട്ടില്ലല്ലോ. അപ്പോ അവിടെ എനിക്ക് സ്ഥാനമുണ്ട്. ഞാൻ വന്നിരിക്കും. എടാത് ഇങ്ങനെയൊന്നും ഇല്ലടാ. ഒന്നും മിണ്ടാതിരടാ. ഇപ്പൊ തന്നെ 100 പേജ് കഴിഞ്ഞു. എനിക്കൊന്നും വയ്യത് ചെയ്യാം. ബോസ് തളരരുത്, ഒരിക്കലും തളരരുത്. ബോസിന് പറ്റും. ബ്രെയിൻ യൂസ് ബോസ്. ന്യൂ ഐഡിയാസ് കൊണ്ടുവരും ബോസ്. ധോനി, അവനുള്ള സാധനമല്ലേ അവന് യൂസ് ചെയ്യാൻ പറ്റൂ. പറയുന്ന കേട്ടാ നിനക്കുണ്ടെന്ന് തോന്നുമല്ലോ. രണ്ടാളൊന്ന് നിർത്തോ. 2-3 ആഴ്ചയായി നമ്മൾ ഇതിന് പിന്നാലെ നിൽക്കുന്നു. ഇതുവരെയായിട്ടും പ്രോജക്റ്റിന്റെ പകുതി പോലും നമുക്ക് ശരിയായിട്ടില്ല. എന്താണ് തലാട്ടിക്കൊണ്ടിരിക്കുന്നത്? നിന്റെ തലയിലുണ്ടല്ലോ ബ്രെയിൻ എന്ന് പറഞ്ഞത്. അതോ കളിമണ്ണ് നിറഞ്ഞിരിക്കുകയാണോ? അതിന് വല്ല ഐഡിയയും കൊണ്ടുപോവാ. ഈ ഒരിക്കലും ശരിയാവില്ല ബോസ്. ഞാൻ പറഞ്ഞു 2 ദിവസം കൂടെ ഉള്ളതെന്ന്. നാളെ ഞാൻ വരില്ല, ലീവാണ്. എനിക്ക് കോളേജിൽ പോകണം. അതൊന്നും ശരിയാവില്ല. നീ നാളെ കോളേജിൽ പോണ്ട. ദേ, നിന്നെ വിശ്വസിച്ചിട്ട് ഞാൻ ഇതിന് ഇറങ്ങി തിരിച്ച് 3 ഗ്രൂപ്പിനെ ഞാൻ കൊടുത്തതാ പ്രോജക്റ്റ്. അത് ഞാൻ ഒഴിവാക്കിയിട്ട് ഇപ്പൊ ഞാൻ തന്നെ ചെയ്യാന്ന് പറഞ്ഞ നിന്നെ വിശ്വസിച്ചിട്ടാ. എനിക്ക് നാളെ കോളേജിൽ പോകണം. ഞാനൊരു ഡയഗ്രാം വരച്ചു തരാം. നിങ്ങൾ 2 പേരും കൂടി അതിന് ചിന്തിച്ചാലിച്ച് എന്ത് ചെയ്തോ. ഇതെന്താ നീ വരയ്ക്കുന്നത്? ഇതൊരു നടക്കി പോകൂല. ഞാൻ വരച്ചു തരുന്നിട്ടുണ്ട്. ഇത് ചെക്ക് ചെയ്ത് നോക്കിക്കോ. ഞാൻ പോവാം, എനിക്ക് ടൈമായി. നാളെ ഞാൻ വരില്ല. ഇപ്പൊ തന്നെ ഞാൻ ലീവ് പറഞ്ഞേക്കാം. ബൈ. വാവ്, താജ്മഹൽ.
ഒന്നും മനസ്സിലാവുന്നില്ലടി. ശരാ, എന്നെ എന്തെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യടാ. എടാ ശരൺ. ആ എന്താ? ദേ എന്നെ ആരോടെ വിളിക്കുന്നടാ? ഞാൻ പോട്ടെ. പോവാണേ. ശരൺ, ഞാനടാ വിളിച്ചത്. ശരൺ. എടാ സാമദ്രോഹി, കൈയൊഴിഞ്ഞല്ലോടാ. ഇല്ല, ധോനിയുടെ വിശ്വാസം ഞാൻ ഒരിക്കലും തകർക്കില്ല. എന്നെക്കൊണ്ട് പറ്റും, ശ്രമിക്കും ഞാൻ. ഇതൊന്നും ശരിയാവുന്നില്ല. ഒരുവിധം എല്ലാം സെറ്റായി. ഇനി പെൻഡ്രൈവിലേക്ക് മാറ്റാം, കമ്പ്യൂട്ടറിൽ ആഡ് ചെയ്തിട്ട്. എല്ലാം എഴുതിയിട്ടൊക്കെ കറക്റ്റ് തന്നെ, കുഴപ്പമൊന്നുമില്ല. എടാ, ലൈമരത്തിന്റെ 2 ദിവസത്തെ ക്ലാസ് എനിക്ക് അയച്ചൊന്നുമില്ലല്ലോ. മേഡം ലീവിലാ. ഒരു 1 ഇയറത്തേക്ക് മേഡത്തിന് ഇങ്ങോട്ട് പ്രതീക്ഷിക്കുന്ന വേണ്ട. അപ്പൊ മേഡത്തിന്റെ അവര് ക്ലാസ് ആരോ എടുക്കുന്നത്? അതിന് പുതിയ മേഡം വന്നിട്ടുണ്ട്, നവമി. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്നലെ നമ്മൾ എല്ലാരും അങ്ങോട്ട് ഇങ്ങോട്ട് പരിചയപ്പെട്ടതല്ലേ, ഇന്നിപ്പോ സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യാല്ലേ. ബുക്ക് എടുത്തിട്ട് ഞാൻ എഴുതുന്നതൊക്കെ എഴുതിയെടുത്തോളൂ. നോക്കി വെക്കാതെ എഴുതടാ, മേഡം കണ്ടു ചീത്ത പറയും. എല്ലാവരും എഴുതിയില്ലേ? നന്നായി പഠിക്കണം. നാളെ ഞാൻ ചോദിക്കൂട്ടോ. അപ്പോ ബൈ. മാം. യെസ്, എനി ഡൗട്ട്? ഡൗട്ട് ഒന്നുമില്ല മേഡം, മേഡത്തിന് പരിചയപ്പെടാൻ വേണ്ടി വന്നതാ. ഞാൻ നല്ല ലീവായിരുന്നു. എന്റെ പേര് ധോനി. ആ, ധോനിയെ കുറിച്ച് ലൈ മേഡം പറഞ്ഞിരുന്നു. എന്ത് സഹായം വേണമെങ്കിലും തന്നോട് ചോദിക്കാനാ പറഞ്ഞത്. തന്റെ ലീവ് കഴിഞ്ഞോ? ഇല്ല മാം, 2 വീക്സ് കൂടുമ്പോ ഞാൻ ക്ലാസ്സിൽ വരാറുണ്ട്. നോട്ട്സ് ഒക്കെ കറക്റ്റായിട്ട് എഴുതിയെടുക്കണം. അതൊക്കെ ചെയ്യുന്നുണ്ട് മേഡം. തന്റെ ഒരു ഹെൽപ്പ് എനിക്ക് വേണമായിരുന്നു. ധോനിയെ കൊണ്ട് പറ്റുമെന്ന് അറിയില്ല. എനിക്ക് റെന്റിനൊരു വീട് വേണം. റെന്റ് എത്ര വേണമെങ്കിലും ഞാൻ കൊടുക്കാൻ തയ്യാറാ. തനിക്ക് അറിയാവുന്ന ആരെങ്കിലും വീട് കിട്ടുമോ? റെന്റിനോ? ഓ ഐഡിയ. മാം, എന്റെ വീടുണ്ട്. ഞാൻ എന്റെ അച്ഛനും മാത്രമല്ല അവിടെ. ഒരു ഭാഗത്ത് ഒരു കിച്ചണും ഒരു റൂമും ഒഴിവായിട്ട് കിടക്കുക. മേഡത്തിന് താല്പര്യം ഉണ്ടെങ്കിൽ വരൂ. എന്ത് പ്രശ്നം? താല്പര്യക്കുറവൊന്നുമില്ല മോളെ. മോളേറെ വീട്ടിലാകുമ്പോൾ എനിക്ക് സമാധാനമാണല്ലോ, പരിചയമുള്ളവരല്ലേ. പിന്നെ ലെമൻ പറഞ്ഞിരുന്നു മോൾക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ടെന്ന്. മോൾ എനിക്ക് ലൊക്കേഷൻ അയച്ചേക്ക്, ഞാൻ നാളെ തന്നെ എന്തായാലും വന്നിരിക്കും. ദൈവമേ, ഇതുപോലെ നീ എപ്പോഴും സഹായിച്ച എന്റെ അച്ഛന്റെ ഓപ്പറേഷൻ പെട്ടെന്ന് തന്നെ നടക്കും. എന്റെ ഭഗവാനെ, ഞാൻ എന്തായി കാണുന്നേ? മൃഗശാലയെക്കാട്ടും വൃത്തികേടായി കിടക്കുന്ന ഈ റൂം നീ വൃത്തിയാക്കുന്നോ? എന്താ കാര്യം? നാളെ നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി വരാൻ പോവാ. അതിഥിയല്ല, നമ്മുടെ വീട്ടിലൊരാളായിട്ട് കണ്ടാ മതി. ആള് വരുമ്പോ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്, കേട്ടല്ലോ? അതാരപ്പാ ഇത്രയും വലിയ വ്യക്തി? ഞാനും സഹായിക്കാം. ഹൗസിന്റെ ഒരു പോർഷൻ ഞാൻ റെന്റിന് കൊടുത്തെന്ന് അറിഞ്ഞ നാളെ എന്നെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുമെന്നാവോ? അയ്യോ, എന്താ തോന്നി നീ മുണുമുണുക്കുന്നേ? എന്താ പ്രശ്നം? പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ ആളുകൾ മുണുമുണുക്കുള്ളൂ. ഞാനൊരു സോങ് പാടിയതാ, സ്മൂത്ത് ലൈക്ക് ബട്ടർ. പാട്ട് പാടിയതൊക്കെ മതി. വന്ന് ഭക്ഷണം കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്കിയ നീ. രാവിലെ തന്നെ ആരാ? ധോനി ആരാന്നൊന്ന് നോക്കുമോളെ. അച്ഛാ, ഞാനിപ്പോ കുളിച്ചു വന്നിട്ടേ ഉള്ളൂ. അച്ഛൻ തന്നെ തുറന്നു നോക്കൂ. ഈ 6 നേരത്തെ കാറിൽ വന്ന് കയറുന്നത് മനുഷ്യരൊരു പങ്കെടുക്കാനും സമ്മതിക്കില്ല. ആരാ? എന്താ? നീ എന്താ ഇവിടെ ചെയ്യുന്നത്? ആരാ? എന്റെ മോളാണോ? ഇത്ര നേരത്തെ തന്നെ വന്നോ? അവിടെ തന്നെ എന്താ നിൽക്കുന്നേ? അകത്തേക്ക് കയറി വരും മേഡം. അല്ല, നീ ഇവരെന്തിനാ വിളിച്ചു കേട്ടുന്നേ? ഇവരൊക്കെ എന്തിനാ വീട്ടിൽ വിളിച്ചു കേട്ടുന്ന ഒന്നല്ല.
അച്ഛനും മേഡത്തിന് അറിയോ? ഇല്ല, അറിയാത്തവരെന്തിനാ വെടി പിടിച്ച് കയറ്റുന്നേ? അതാ ഞാൻ പറഞ്ഞേ. ഇവര് എന്തെങ്കിലും എടുത്തോണ്ട് പോയാ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്താലോ? ആരാ അവര്? അച്ഛാ, ഇതെന്റെ കോളേജിലെ ന്യൂ മേഡാ. നമ്മുടെ വീടിന്റെ ആ ഫോഷ് ഞാൻ മേഡത്തിന് റെന്റിന് കൊടുത്തു. റെന്റിനോ? ആരോട് വെച്ചിട്ട്? ഇത് എന്റെ പേരിലുള്ള വീടാ. അപ്പൊ നമ്മൾ രണ്ടുപേരും ഒന്നല്ലേ? അപ്പൊ എനിക്ക് അവകാശമില്ല? അയ്യോ, അച്ഛന്റെ കുട്ടിക്ക് തന്നെ ഏറ്റവും കൂടുതൽ അവകാശം. പക്ഷെ മോളെ, എന്നെ അച്ഛൻ ഒന്നും പറയണ്ട. പോയി മേഡത്തിനെ റൂമും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്ക്. എന്നിട്ട് ചായ ഉണ്ടാക്കി കൊടുക്കണേ. ഞാൻ വർക്കിന് പോവാ. ഇന്ന് എനിക്ക് വർക്കുണ്ട്. നീ ഒറ്റയ്ക്കാക്കിട്ട് പോവാണല്ലേ? ഞാനിവിടെ ഒറ്റയ്ക്ക് നിൽക്കില്ല. പൊന്നു അച്ഛനല്ലേ, മേഡം അച്ഛൻ ഒന്നും ചെയ്യത്തില്ല. എനിക്ക് പോയിട്ട് പണിയില്ല. എന്റെ പൊന്നു മഹേശ്വരല്ലേ, പറഞ്ഞേ കേക്ക്. ബൈ ഉമ്മ. ഈ കുട്ടിക്ക് അറിയാല്ലേ എങ്ങനെ എഴുത്തണത്? അല്ല, നീ ഒന്നും കഴിച്ചില്ല മോളെ. കൊച്ചിനെ കൊണ്ട് ഞാൻ തോറ്റു. ഭക്ഷണം പോലും മര്യാദയ്ക്ക് കഴിക്കുന്നില്ലപ്പോ. എനിക്ക് കഴിഞ്ഞ മനസ്സിലുണ്ടായിരുന്ന സന്തോഷം എടുക്കാൻ പോയി. ഓരോന്ന് വന്നോളൂ. ഇറക്കി വിടാൻ പറ്റില്ലല്ലോ. മനസ്സിൽ സ്ഥാനമില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി? എന്റെ മോളെന്നെ വിളിച്ചു കയറ്റിയില്ലേ. ഏത് കാല് വെച്ച് കയറണം? അയ്യോ, കാല് വെച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. എഴഞ്ഞു കയറിയാ മതി. നിന്റെ സ്വഭാവത്തിന് അതാ നല്ലത്. മോര് കൊടുക്കുന്ന കഴിക്കുന്ന കുത്തുന്നല്ലേ. ഇത് നീ തനിയെ ചെയ്തു എന്നാണോ പറയുന്നേ? ഇത് ഞാൻ വിശ്വസിക്കാമോ? വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വിശ്വസിക്കാൻ എനിക്ക് കഴിയും. ഇതിൽ ചെയ്ത എല്ലാ കാര്യങ്ങളും വ്യക്തമായി എനിക്ക് വിശദീകരിക്കാൻ പറ്റും. അതിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത കുറച്ച് കാര്യങ്ങൾ കൂടി. പ്രോജക്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് നീ ചെയ്യാൻ എന്താ കാരണം? എനിക്കിതിനോടൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ലല്ലോ. പെട്ടെന്ന് എന്താ ഒരു ബോധോദയം? എനിക്ക് എന്നെ തന്നെ വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നെക്കാട്ടി എന്നെ വിശ്വസിച്ച ഒരാളുണ്ട്. എനിക്കിത് ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞൊരാള്. ആ ആൾക്ക് വേണ്ടിയത് ധ്വനിക്ക് വേണ്ടി. അങ്കിൾ, മീറ്റിങ്ങിന് എല്ലാവരും എത്തി. ഓക്കെ, ഞാൻ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ട് വരാം. ഈ പ്രോജക്റ്റ് ഞാൻ സബ്മിറ്റ് ചെയ്യുന്നത്. ആ, ശരിക്കും താങ്ക് യു ഡാഡ്. താങ്ക് യു സോ മച്ച്. ഇതിനും അറിയണോ? പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യുന്ന ലാസ്റ്റ് ഡേറ്റിൽ എന്തായോ എന്തോ. ഗുഡ് മോർണിംഗ് ബോസ്. ധോണി, സോറി ധോണി, സോറി. ബോസ്, അത് വിട്. ആദ്യമായിട്ട് ശ്രമിച്ചതല്ലേ, നമുക്ക് നെക്സ്റ്റ് ടൈം നോക്കാം. അറിയാതെ ബോസ് ശ്രമിച്ചില്ല എന്തായാലും. അയ്യേ, അറിയാതെ ബോസ്. ധോണി, ഡാഡയ്ക്ക് എന്റെ പ്രോജക്റ്റ് ഇഷ്ടപ്പെട്ടു. അതാ മീറ്റിംഗിന് സബ്മിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ രണ്ടാളും കൂടി എന്നെ പറ്റിച്ചതാണല്ലേ? അയ്യോ, ആരും പറ്റിച്ചതൊന്നല്ല. നിനക്ക് അറിഞ്ഞൂടി ഇവന്റെ സ്വഭാവം. ചെറിയ കാര്യം പറ്റി അറിയാം. അതങ്ങനെയാ. നമുക്ക് എന്തായാലും അടിച്ചു പൊളിക്കാൻ പോയിട്ട് ഞാൻ മോങ്ങിയിരിക്കാതെ വേണം. ശരൺ, ഇവിടെ എന്താ ഇത്രയും ബോഡി ഗാർഡ്സ് നിൽക്കുന്നത്? നമ്മുടെ കമ്പനിയായിട്ട് കൊലാബ് ചെയ്യാൻ വന്ന മറ്റുള്ള കമ്പനികളുടെ സെക്യൂരിറ്റി ഗാർഡ്സ് ആണ്. നമ്മുടെ ഇവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ്സിനോട് പറയണം ഇവരെയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ. എനിക്ക് എന്തോ പന്തികേട് തോന്നുന്നു. ഓക്കെ, ഞാൻ പറയാം. എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറയണം. അയ്യോ സാർ, ആന്റണി, ഡു ബി കെയർഫുൾ. വാവ്, സൂപ്പർ. ഈ നരുന്ന പോലെ തന്നെ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. എന്തായാലും ഞാനിന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. നീയും ഞാനും ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്തായാലും നല്ല രീതിയിൽ അവളോട് പെരുമാറിയത് നന്നായി. ഇല്ലെങ്കിൽ ഇതുപോലെ നമുക്കും കിട്ടിയേനെ. ആന്റി പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല. എന്ത്? ആര് പറഞ്ഞു പ്രതീക്ഷിച്ചില്ലെന്ന്? അത് ആദ്യം പറഞ്ഞു കേട്ടപ്പോ പ്രതീക്ഷിച്ചില്ലെന്ന്. അല്ലാതെ ആരും പറഞ്ഞു കേട്ടതല്ല. നിനക്ക് കേൾക്കുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇപ്പൊ എനിക്ക് സന്തോഷമായത്. ബോഡി ഗാർഡിന്റെ പണിക്ക് വന്നിട്ട് മര്യാദയ്ക്ക് പണിയെടുത്തത് ഇപ്പഴാ. അവന്മാരെ ബോസിന്റെ ഡാഡിയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. നമുക്കിന്ന് പാർട്ടിക്ക് പോയാലോ? വാ. എന്താ? ഡോൺ ഡ്രിങ്കിങ്. നീ അവിടെ വെച്ച്. നീ എന്റെ ബോഡി ഗാർഡാ. അതിലുപരി നീ റിലേറ്റീവ് സ്മോൾ ഗേളാണ്. എനിക്ക് 18 വയസ്സ് കഴിഞ്ഞു.
Adini, you are my sweet little girl. Don't drinking. Drinking is injurious health. This is a bad habit. അയ്യോ രണ്ടിനും ബോധമില്ലേ? ഇത് മിനൽ വാട്ടർ, ഒരു കുഴപ്പമില്ല. വാട്ടറാണോ? കുടിച്ചോ അപ്പൊ കുഴപ്പമില്ല. എന്നിട്ട് നീ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പതിച്ചേടക്കൊരു പതപ്പ്. നീയും വാ. അയ്യോ ഇതിനൊക്കെ കൊണ്ട് ഞാൻ ഇനി എന്തോ ചെയ്യും? എന്തൊക്കെ കാണണോ? അയ്യേ. മാം ഡിന്നർ കഴിച്ചിട്ടില്ലല്ലോ. ഇരിക്കും മാം. എന്തിനാ മോളെ ഈ മേഡത്തിന് ബുദ്ധിമുട്ടിക്കുന്നത്? മേഡത്തിന് ഒറ്റയ്ക്കിരുന്ന് കഴിക്കാനാവും ഇഷ്ടം. ധോണിമോള് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ഇരുന്ന് കഴിക്കാതിരിക്കോ? ഒരുമിച്ചിരുന്ന് കഴിക്കുന്നതിന് എനിക്ക് സന്തോഷം. എന്നെ മേഡെന്നൊന്നും വിളിക്കേണ്ട ധോണിമോളെ. അധികം അടുക്കാൻ ശ്രമിക്കണ്ട മേഡം. മാഡം തന്നെ വിളിച്ചാൽ മതി. എന്റെ മോളോട് അധികം അടുക്കണ്ട. ടീച്ചർ സ്റ്റുഡന്റ് എന്നുള്ള ബന്ധം തന്നെ നിങ്ങൾക്ക് നല്ലത്. മോളെ, അച്ഛൻ പറയുന്നൊരു കാര്യമുണ്ട്. നമ്മളോട് ബന്ധമില്ലാത്തവരോട് അധികം അടുപ്പം കാണിക്കണ്ട. അത് അവസാനം ആപത്തായി മാറും. നീ ഭക്ഷണം കഴിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. എനിക്ക് ഫോൺ ചെയ്യാണ്ട്. കാര്യമൊക്കെ അച്ഛൻ പറഞ്ഞത്. അച്ഛന് എന്നോട് ആരെങ്കിലും കൂടുതൽ അടുപ്പം കാണിക്കുന്നുണ്ടാ? ഇച്ചിരി ജലസി കൂടുതലാ, അതാ. അത് സാരമില്ല മോളെ, എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. മോളുടെ അമ്മ എവിടെ? അമ്മേനെ കണ്ടില്ലല്ലോ. അറിയില്ല മേഡം, അവരവരുടെ ഭാവി നോക്കിപ്പോയി, അവരുടെ കരിയർ നോക്കിപ്പോയി. എനിക്ക് അവരുടെ ഫോട്ടോ പോലും അച്ഛൻ കാണിച്ചു തന്നിട്ടില്ല. കാണാൻ ആഗ്രഹമില്ല കേട്ടോ. കാരണം എനിക്ക് എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ എല്ലാം എൻ്റെ അച്ഛൻ തന്നെയാ. അച്ഛൻ കഴിഞ്ഞിട്ട് എനിക്ക് മറ്റാരും ഉള്ളൂ. ഓക്കെ മാം, ഗുഡ് നൈറ്റ്. ഞാൻ പോയി കിടക്കുകയാണേ. നന്നും തോളം വേദനിക്കുന്ന ആന്റണി. മിണ്ടാരിക്കിടത്തേണ്ടി. എനിക്ക് എന്നെ ഹെഡ് പെയിൻ എടുത്തിട്ട് പോയി. അപ്പോഴാണ് അവന്റെ അയ്യോ വേദനിക്കുന്നേ. അയ്യോ സ്വന്തം ശരീരം നോക്കി കുടിക്കണേ. ഇത് 2-3 ദിവസം വെള്ളം കാണാത്തവരെന്റെ എടുത്ത് കുടിച്ചായിരുന്നത്. അയ്യോ ഞാൻ നാണം കെട്ടു. നിങ്ങൾ രണ്ടുപേരും എടുപ്പ് ഒരു പാർട്ടിക്ക് ഞാൻ ഇനി വരില്ല. ധോനി, ഞങ്ങളെ കുറിച്ച് അങ്ങനെ അനാവശ്യം പറയരുത്. ഞങ്ങൾ ഇൻഡീസെന്റ് ആയിട്ടൊന്നും പെരുമാറില്ല. കുടിച്ചു കഴിഞ്ഞാൽ അത് വയറ്റിൽ തന്നെ കെടുത്താൽ ഞങ്ങൾക്ക് അറിയാം. ബോസുമാരെ നോക്കില്ല, എന്റെ വായിന്നിരിക്കുന്ന കേൾക്കും. വയറ്റിലല്ല കിടന്ന് അവിടുത്തെ വെയിറ്ററിന്റെ മീതെ ഛർദ്ദിക്ക് വെക്കുക ചെയ്ത രണ്ടും കൂടിയിട്ട്. അങ്ങേരെന്നെ ചീത്ത വിളിച്ചില്ലെന്നേ ഉള്ളൂ. രണ്ടും കൂടി കാട്ടിക്കൂട്ടിയായിരുന്നത്. ഛർദ്ദിച്ച് വെച്ചതിന്റെ നാട്ടില് വേറെ. അതും പോരാഞ്ഞ് നിങ്ങൾക്ക് രണ്ടുപേർക്കും വല്ല ഫീലിങ്സ് ഉണ്ടെങ്കിൽ അത് വീട്ടിനകത്ത് റൂമിൽ കാണിക്കണം, പബ്ലിക് പ്ലേസിലല്ല. നാണം കെടുത്തിട്ടു. സോറി ധോനി, ഇനി ഞങ്ങൾ കഴിക്കത്തില്ല സത്യമായിട്ടും. അല്ല, നീ ദേഷ്യപ്പെടാൻ മാത്രമൊന്നും സംഭവിച്ചില്ലല്ലോ? ഒന്നും സംഭവിച്ചില്ലല്ലേ? ഒരു മിനിറ്റ് കേട്ടോ, ഒരു മിനിറ്റ്. ഇപ്പൊ തരാവേ, ഇപ്പൊ കാണിച്ചു തരാം. രണ്ടാളും കൂടി ഈ വീഡിയോ ഒന്ന് കണ്ടോക്കൂ. ഇതിലിപ്പോ എന്ത് വീഡിയോ? മൈ സ്വീറ്റ് ഹാർട്ട്, യു മൈ ലവ്. അയ്യോ എന്താ ചെയ്യുന്ന? മാറി നിൽക്ക്, ചെയ്യല്ലേ. ശരൺ ഡോണ്ട് ലീവ് മീ. അങ്ങനൊന്നും ചെയ്യല്ലേ. എ ലിറ്റിൽ ഗേൾ, ജസ്റ്റ് മൂവ്. ഞങ്ങൾ രണ്ടുപേരും പ്രണയിക്കട്ടെ. മാറി നിൽക്ക്. ആൾക്കാര് നോക്കുന്നു, വീട്ടിൽ പോവാ. നീ ആരതൊക്കെ പറയും? മാറി നിൽക്കടി, ഞാൻ അവനെ ഹഗ് ചെയ്യട്ടെ. മാറിക്ക്. ശരൺ മൈ ബേബി, എനിക്കിനി കൺട്രോൾ ചെയ്യാൻ വയ്യ. വേണ്ടു ശരിക്കും ഞാനവിടെ കിസ് ചെയ്തോ? What happened, boss? എന്റെ ഫസ്റ്റ് കിസ് ഒരു നായ നോക്കി. എന്നാലും ശരൺ, എനിക്ക് എന്നോട് ഇങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. പിള്ളേർന്ന് എനിക്ക് നിന്നോട് അങ്ങനെ ഒരു ഉണ്ടാക്കൂല. അയ്യടാ, ഒരു ഫീലിങ്സ് ആവാൻ പറ്റിയൊരു മുതല് ചെറുപ്പം വെറുതെ വായന കേൾക്കരുത്. പക്ഷെ നിനക്ക് എന്നോട് ഫീലിങ്സ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. അയ്യേ, എനിക്ക് നിന്നോട് അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് തമ്മിൽ ഒന്നുമില്ലേ? എന്നിട്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ അമ്മോ സമ്മതിക്കണം. എന്താണ് നിങ്ങൾ രണ്ടുപേരും നല്ല ചോടിയായിരുന്നു. ആൻറ്റി സാറിന് ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ വന്നിട്ടുണ്ട്. സാറിനോട് പ്രത്യേകം ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ആരുടെടാ? അച്ഛൻ്റെ മാരേജിന് ഇൻവിറ്റേഷനോ? എന്ത് പറ്റി ബോസ്? ആരായി അച്ചു?
വേറെ ആരാ? അവന്റെ എക്സ് ലവർ. അവളെ കല്യാണം കഴിക്കിയിരുന്നതല്ലേ അവൻ. രണ്ട് ജാതി ആയതുകൊണ്ട് അവളെ വീട്ടിൽ സമ്മതിക്കാത്ത കാരണം അവളെ വിളിച്ചിറക്കി ഇവിടുന്ന് കല്യാണം കഴിക്കാൻ നിന്നതാ. പക്ഷെ അവളെന്നെ അവനെ ചതിച്ചിട്ട് പോകുന്നു ഇവൻ വിചാരിച്ചില്ല. ആ ഉറപ്പിച്ച ചെക്കൻ്റെ ഒപ്പം തന്നെ കല്യാണം എന്ന് തോന്നുന്നുണ്ട്. ബോസിനോട് വരാൻ പറഞ്ഞിട്ടില്ലേ? അപ്പൊ എന്തായാലും നമ്മൾ പ്രത്യേകിച്ച് പോവന്നെ വേണം. പോയിട്ട് നമ്മൾ അടിച്ച് പൊളിച്ചിട്ട് പോരുന്നു. ധുനി, എല്ലാം തമാശയായിട്ട് എടുക്കല്ലേ നീ. ബോസിനോട് ഞാൻ മുന്നേ പറഞ്ഞില്ലേ, അവളോട് പോവാൻ വേണമെങ്കിൽ പോവാൻ പറ. നമ്മൾ എന്തിനാ അവളെ കാത്തിരിക്കുന്നേ? അവിടെ പോയി അടിച്ച് പൊളിക്കുക. ബോസിന് ഒരു വിഷമമില്ല, ബോസ് സുഖമായിട്ട് ജീവിക്കുന്നെന്ന് അവളെ അറിയിക്കേ. ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? നമ്മൾ 3 പേരും പോവും. ഇതൊക്കെ നടക്കും ചെയ്യും. ഫിക്സ്. ചേച്ചി എന്താ ഈ വഴിക്കൊക്കെ? പിന്നെ സുഖം തന്നെ ചേച്ചി? സുഖം തന്നെടാ. വെറുതെ നിന്നെ കാണാൻ തോന്നിയിട്ട് വന്നതാ. പിന്നെ എവിടെ എന്റെ മോള് ധോനി? അവളെ കാണുന്നില്ലല്ലോ. മോള് ജോലി ചെയ്യുന്ന സ്ഥലത്ത് ബോസിന്റെ ആരുടെ കല്യാണം ഉണ്ട്. അപ്പൊ അവരുടെ കൂടെ പോയിക്കാ. എന്റെ കുട്ടി കാണാൻ വേണ്ടി വന്നതാ. കാണാൻ പറ്റിയില്ല. വേറെ ചില പിശാചുക്കള് എന്റെ മഹിയുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ നീ വീണ്ടും കയറി വന്നിരിക്കുന്നത്? എന്തിനാ നീ ഇവിടെ വന്നത്? ഞാൻ ആരുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി വന്നതെന്നല്ല. ഇവിടെ റെന്റിന് താമസിക്കുക. നിങ്ങൾക്കെന്താ? വാടകക്കാരിയാണോ? എന്നെ അകത്ത് പോയിരിക്കെ. ഞങ്ങൾക്ക് കുടുംബക്കാർക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. പുറത്തുള്ളവർ കേൾക്കാൻ പാടില്ല. സൗകര്യമില്ലേ പോയിരിക്കാൻ? ഇവിടെ ഇരിക്കാനും നിൽക്കാനുള്ള അവകാശം എനിക്കുണ്ട്. നിങ്ങൾക്ക് എന്താ പറയാ വെച്ച് പറഞ്ഞോ, അല്ലെങ്കിൽ നിങ്ങൾ റൂമിൽ പോയിരുന്നു പറയും. ചേച്ചി വെറുതെ വഴക്കുണ്ടാക്കാതെ വന്ന കാര്യം പറഞ്ഞു നീ. എനിക്ക് വഴക്കുണ്ടാക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടാണോ? ഇതിനെ കണ്ടേ ഞാൻ എന്തെങ്കിലും പറയാൻ തോന്നുന്നു എനിക്ക്. ഞാൻ വന്നത് പിള്ളേരെ കല്യാണക്കാരെ സംസാരിക്കാനാ. നമ്മൾ പറഞ്ഞു വെച്ചിട്ട് കുറെ ആയില്ലേ. ധോനിയുടെയും ദശരഥന്റെയും. ആ ചായ കുടിച്ചിട്ട് വേഗം ഇറങ്ങി പോകുന്നുണ്ടോ? കല്യാണക്കാര്യം പറയാൻ വേണ്ടി വന്നിരിക്കുന്നു. എന്റെ മോൾക്ക് പഠിച്ചൊരു ജോലി കിട്ടിയിട്ട് ഇവിടെ കല്യാണം കഴിപ്പിക്കുന്നുള്ളൂ. മാഡം, ഇത് ഞങ്ങളുടെ കുടുംബക്കാരിയാ. ഞങ്ങള് സംസാരിച്ചോളാം. മാഡത്തിന് പോവാം. പോവില്ല. അവളുടെ കാര്യത്തിൽ ഇടപെടാനുള്ള അവകാശ അധികാരം എനിക്കില്ല നിൽക്കും. സാരമില്ല, എന്നാലും ഞാൻ പറയും. ഞാൻ സമ്മതിക്കില്ല. എന്തൊരു മാറ്റം എന്റെ മഹിഷി സംഭവിച്ചത്. മഹി എന്താ ഇങ്ങനെ നോക്കുന്നേ? എന്നെ മനസ്സിലായല്ലേ? ഇത് ഞാനാ, ഷർമിള. നിനക്ക് ഓർമ്മയില്ല? എന്റെ മഹി നിനക്ക് മനസ്സിലായില്ലേ? നിന്റെ അളിയന്റെ കസിൻ സിസ്റ്ററാ. നിനക്ക് വേണ്ടി ഞാൻ ആലോചിച്ച പെണ്ണാ. മഹിക്ക് ഓർമ്മയില്ലേ? ഞാൻ ഒരുപാട് വേഷം മാറ്റിയിട്ട് പിന്നാലെ നടന്നിട്ടുണ്ട്. എന്നിട്ടും എന്നെ മറന്നു പോയോ? ഞാൻ ബ്യൂട്ടിഫുൾ അല്ലേ മഹി? നിർത്തി. അവിടെ ഒരു ബ്യൂട്ടിഫുൾ അങ്ങനെ എന്തോടി ഇവളും ശില്പം വല്ലാണോ തൊട്ട് തലോടാൻ? അടി നിർത്ത ചേച്ചി, ഒന്ന് പറ. എടി നിർത്തടി. നോമി മിണ്ടിപ്പോരുത്. അവൾ തൊടുമ്പോ മിണ്ടാതിരിക്കുന്നോ? അയ്യോ ചേച്ചി, ധൈര്യം അടിക്കടി. നീ എന്നെ അടിക്കുന്നോ? നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലടി. ഒരു മെഹി മെഹി. നീ ആരെന്നടിയെന്ന് വിചാരം? കണ്ട കിളവിമാര് കെട്ടിച്ചേരാന്ന് പറഞ്ഞാൽ അവരെ കൂടെ അങ്ങ് ഇറങ്ങിപ്പോരോ? ഒന്നാമത് ഇതിനെ വേണം പറയാൻ. രണ്ടും ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം. നോമി നിർത്തടി. എനിക്ക് വേദനിക്കുന്നു. ശർമിള ഇപ്പൊ വീട്ടിൽ പോവും. ചേച്ചി ശർമിളയും കൂടി പോവാൻ നോക്ക്. ചെല്ലേ. ബോസ് എന്തെങ്ങനെ നോക്കി നിൽക്കുന്നത്? അവന് നോക്കിക്കാനല്ലേ പറ്റുള്ളൂ. പെണ്ണിനെ വേറെ ഒരുത്തന്മാര് കൊണ്ടുപോയല്ലേ. പിന്നെ ആ ചെറുക്കി നിന്നെ അത്രയൊന്നും പോരാ. മറ്റൊരാളുടെ സ്വന്തമാകുമ്പോ വിഷമിക്കണ്ടേ? കുറച്ചു കാലം എന്റെ മനസ്സിൽ കൊണ്ടു നടന്ന പെണ്ണല്ലേ. അവൾക്ക് എന്നെ വേണ്ടെങ്കിലും ഞാൻ അവളെ യഥാർത്ഥത്തിൽ സ്നേഹിച്ചത്. ബോസ് ഇതിനാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നേ, ഇങ്ങനെ ഷോ അടിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് അവരെ പോയി വിഷ് ചെയ്തിട്ട് വരാം. വാ എന്റെ ബോസേ, ഇവിടെ ഇങ്ങനെ നിക്കാതെ വാ. കൈ വിടാതെ കൈ പിടിക്കും. தொடங்குமே வானிலா நாளுமே கோவிலெடுத்து கண்மூடுவே. ബോസ് ഹാപ്പിയല്ലേ? ഇനി നമുക്ക് വല്ലതും പോയി കഴിച്ചാലോ? ശരൺ വാ. എന്താടാ നീ ഒരു മൂടിയായിട്ടിരിക്കുന്നേ?
പാടാ, സന്തോഷിക്കുന്ന സമയല്ലേ. നീ അവളുടെ മുഖം കണ്ടായിരുന്നോ? ഞാൻ ധോനിയുടെ കൈ പിടിച്ച് പോയപ്പോ. ടോട്ടൽ ഫ്ലാറ്റ്. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. ഞാനിപ്പോ ഭയങ്കര ഹാപ്പിയാടാ. രണ്ടാളും വർത്താനം പറഞ്ഞ് ഇപ്പൊ വരുന്നുള്ളൂ. ഞാൻ കഴിക്കല് തീർന്നു പറഞ്ഞു. നീ കഴിച്ചോ? വാവ്, മനസ്സിനും ശരീരത്തിനും കുളിർമ. അങ്ങനെ ഇത് എന്ത് ചോക്ലേറ്റാ? അയ്യോ, എന്റെ ഐസ്ക്രീമും കഴിക്കുന്നു. ഞാനിതിന് നിന്റെ പേരൊന്നും എഴുതി കണ്ടില്ല, അതുകൊണ്ട് എടുത്ത് കഴിച്ച്. വേറെ ഉണ്ടല്ലോ. മറ്റുള്ളവർ ഫുഡ് എടുത്ത് കഴിക്കുന്ന ബാഡ് ഹാബിറ്റ്സാ. വീട്ടിലുള്ളവർ ഇതൊന്നും പറഞ്ഞ് പഠിപ്പിച്ചിട്ടില്ലേ? ദേ, കൊച്ചു വായിൽ വലിയ വർത്തമാനം പറയാൻ നിൽക്കരുത്. കൊച്ചു ചേർക്കനായി നിന്നെ കണ്ണു ഞാൻ നിന്റെ കുത്തിപ്പൊട്ടിക്കും. എന്ത് കണ്ട് കുത്തിപ്പൊട്ടിക്കാറായോ? ധോനി, Yes, boss. Ah! This is too much, boss. Too much. നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. പിന്നെ എന്തിനാ എന്റെ കാര്യത്തിലും എന്റെ കുടുംബകാര്യത്തിലും നീ ഇടപെടാൻ നിൽക്കുന്നത്? മഹി, നമ്മുടെ ഡിവോഴ്സ് കഴിഞ്ഞിട്ടില്ല. വൈകിട്ടൊന്നുമില്ല. ഇപ്പൊ വേണമെങ്കിൽ ഡിവോഴ്സിന് അപ്ലൈ ചെയ്യാം. എനിക്ക് കുഴപ്പമൊന്നുമില്ല. കൊടുത്തു. നിനക്ക് ഡിവോഴ്സ് കിട്ടുന്ന ഞാനും നോക്കട്ടെ. ഞാൻ തന്നിട്ട് വേണ്ടേ? നിനക്ക് ആ കുറുമലി കെട്ടാൻ വേണ്ടിട്ടല്ലേ? അതേടി, അവളെ കെട്ടാൻ തന്നെയാ ഞങ്ങളെ ഉപേക്ഷിച്ച് പോയതല്ലേ നീ. പിന്നെ എന്തിനടി എഴുന്നള്ളി വന്നത്? നിനക്ക് എന്തെത്ര ക്രിമികടി. അവളെയും കെട്ടി എന്റെ മോളും പിന്നെ അവൾക്കുണ്ടാവുന്ന കുട്ടികളായിട്ട് സുഖമായി ജീവിക്കൂടി. അവളെങ്ങാനും കെട്ടിയ നിന്റെ തട്ടിയുടെ 16 യന്ത്രം ഞാൻ നടത്തും. മോളെ, നീ എപ്പോഴാ വന്നത്? അച്ഛൻ കണ്ടില്ലല്ലോ. എന്താ മോളെ? കാണാതിരുന്നോണ്ടല്ലേ എനിക്കെല്ലാം കേൾക്കാൻ കഴിഞ്ഞത്. എന്നോടെല്ലാം ഒളിപ്പിച്ചു വെച്ചല്ലേ. ഒരു സീക്രട്ട് ഉണ്ടാവില്ലെന്ന് പറഞ്ഞു. മോളെ കരയല്ല മോളെ. മോളെ ധോനി, സോറി മോളെ. എന്തിനാ സോറി? കോളേജിൽ പഠിപ്പിക്കുന്ന എന്റെ മേഡം, ആ ബന്ധം മതി. അതിനപ്പുറം നമുക്കിടയിലൊന്നുമില്ല. സമാധാനായില്ലേ നിനക്ക് എന്റെ കൊച്ചിനെ കരയിപ്പിച്ചപ്പോ? തൃപ്തിയായില്ലേ? ഈ പെണ്ണ് കാരണം എന്റെ ഉറക്കവും പോയല്ലോ. അവളെ ഞാൻ എന്റെ മനസ്സിൽ കയറി കൂടിയോ? എന്നെ എന്റെ ധ്വനിക്ക് ഇഷ്ടപ്പെട്ടൊക്കെ ഉണ്ടാക്കണം. അവളെ പിണക്കം ഞാൻ മാറ്റിയെടുത്തിരിക്കും. ധ്വനി, ഇത്ര നേരത്തെ മോളെ നീ ഭക്ഷണം കഴിക്കിയത് എങ്ങോട്ടാ? ബോസ് എന്തിനാ എന്നെങ്ങനെ നോക്കിയിരിക്കുന്നത്? നിനക്ക് ഇത്രയും സൗന്ദര്യമുള്ളത് ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് ധോനി. നിനക്ക് എന്നെ അങ്ങ് കെട്ടാവോ? അല്ല, ഞാൻ നിന്നെ അങ്ങ് കെട്ടിക്കോട്ടെ. എന്താ അഭിപ്രായം? എന്നാ ബോസ്, തമാശ കേൾക്കാനുള്ള മൂഡിലല്ല ഞാൻ. പ്ലീസ് ബോസ്. തമാശയോ? ആര് പറഞ്ഞു? ബോസ് ഇതിന്റെ അടുത്തേക്ക് വരുന്നേ. എന്താ, ഞാൻ അടുത്തേക്ക് വരുമ്പോൾ നിനക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? നിന്റെ അടുത്തേക്ക് എനിക്ക് വരാൻ പാടില്ല? എന്താ ആട്ടത്തിൽ ഇങ്ങനെ പിടിക്കുന്നേ? ബോസ്, ധോനി, എന്താ ബോസ്? പുറത്ത് പോയി ചുറ്റാൻ നിന്നു. നമുക്ക് പുറത്ത് പോയിട്ട് വരാം. പുറത്തുപോയി? അയ്യേ, ഞാൻ പേടിച്ചു. ഛേ, പേടിച്ചതാണോ അതോ ആഗ്രഹിച്ചതാണോ? അയ്യേ. ഓരപ്പാർവൈ വീസുവാൻ ഉയിരിൻ കയിറിൽ അവിഴുമേ செவ்விதழ் வருடும் போது ആന്റണി, നീ എപ്പോ മുതൽ ബോക്സിംഗ് പഠിക്കാൻ തുടങ്ങിയത്? എന്താടാ നിനക്കൊരു മാറ്റങ്ങളൊക്കെ പുതിയതായിട്ട്?
മാറ്റം ആരാ ആഗ്രഹിക്കാത്ത ഡാഡ്? പിന്നെ ധോനി പറഞ്ഞിട്ടുണ്ട് എപ്പോഴും സ്ട്രോങ് ആയിരിക്കണമെന്ന്. എന്റെ ഫ്രണ്ട്സിന്റെ പിള്ളേര് വെക്കേഷന് പോകുന്നുണ്ട്, നിനക്ക് അവരെ കൂടെ പൊക്കൂടെ? ശരണ്യം കൂട്ടിക്കോ. ഇല്ല ഡാഡ്, ധോനി പറഞ്ഞിട്ടുണ്ട് ആദ്യം ഓഫീസ് കാര്യങ്ങൾ എന്നോട് ശ്രദ്ധിക്കാൻ, അത് കഴിഞ്ഞിട്ട് മറ്റുള്ള കാര്യങ്ങൾ മതിയെന്ന് പറഞ്ഞ. അപ്പൊ എനിക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും അത്രേ. ഗുഡ് മോർണിംഗ് സാർ. സാറെന്താ എന്നെ കാണണമെന്ന് പറഞ്ഞത്? ധോനിയെ ഞാൻ ഒന്ന് മീറ്റ് ചെയ്ത കാര്യം ആന്റണി അറിയരുത്. ഞാൻ പറയില്ല സാർ. എന്റെ മോൻ ഒരുപാട് കരയാറുണ്ട്. ഒരു പെണ്ണിന് വേണ്ടി അവൻ കൂടുതൽ കരഞ്ഞത്. ഇനി എനിക്ക് അതിന് താല്പര്യമില്ല എന്റെ മോനെ കരയിപ്പിക്കാനും. അവന് വേണ്ടി ഒരു പെൺകുട്ടി ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ സ്റ്റാറ്റസിന് ചേരുന്ന ഒരു പെൺകുട്ടിയാ. ഒരു കൊല്ലം കഴിഞ്ഞ് അവരുടെ കല്യാണം ഞാൻ തീരുമാനിച്ചു വെച്ചിരിക്കുക. ബോസ് ആൻഡ് ബോഡി ഗാർഡ് റിലേഷൻഷിപ്പ് അതിന് തടസ്സമാവരുത്. ഒരിക്കലും ഒരു തടസ്സം ഉണ്ടാവില്ല സാർ. ഞാൻ പോയിക്കോട്ടെ? യെസ്. ധോനി അതൊന്നേ, നീ എന്താ ഈ ഓഫീസിൽ ചെയ്യുന്നത്? എന്നെ ഇവിടെ കണ്ട കാര്യം ബോസിനോട് പറയരുത്. ഞാൻ സാറ് വിളിച്ചിട്ട് വന്നതാ. അങ്കിളോ? എന്തിന്? ബോസിന്റെയും ബോഡി ഗാർഡിന്റെയും റിലേഷൻഷിപ്പ് എന്താണെന്നറിയാൻ വേണ്ടി വിളിപ്പിച്ചതാ. ഞാൻ പോട്ടെ, ബൈ. മോളെ ധോനി, എന്താ മാം? മോള് 2 ആഴ്ച കൂടുമ്പോഴല്ലേ കോളേജിൽ വരുന്നുള്ളൂ. ജോബ് ചെയ്യുന്ന കാരണം ഞാൻ അതിൻ്റെയൊക്കെ നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. താങ്ക് യു മാം. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ എഴുതിയെടുത്തോളാം. അവരെനിക്ക് അയച്ചു തന്നിട്ടുണ്ട് മാം. എന്റെ മോള് കോളേജിൽ വരുന്നില്ലേ? നവമി, ധോനി, അച്ഛാ, അച്ഛാ, എന്താ? അങ്കിൾ എന്തിനാ ധോനിനെ അടിച്ചത്? എനിക്ക് എന്റെ മോളോട് സംസാരിക്കേണ്ടത്. ഇപ്പൊ തന്നെ എന്റെ കൂടെ വീട്ടിലേക്ക് പോന്നോണോ? വരാം അച്ഛാ. സോറി ബോസ്. സ്വന്തം ജീവൻ പണയം വെച്ച് എന്റെ ജീവൻ രക്ഷിക്കാൻ ഇറങ്ങിയിരിക്കാം. ഞാൻ ചാവാറായി. നിനക്ക് ഇനി ഭാവിയുള്ളതാ കൊച്ച്. നിന്റെ കല്യാണം ഞാൻ ഉടനെ തന്നെ നടത്താൻ പോവാ. ഇനി ആ ജോലിക്ക് നീ പോയേക്കരുത്. 2 മാസം മതി അച്ഛാ. അത് കഴിഞ്ഞാൽ പൈസ റെഡിയാവും. എന്നിട്ട് ഞാൻ ജോലി നിർത്താം. മിണ്ടരുത് നീ മര്യാദയ്ക്ക് നാളെ പോയി റെസിഗ്നേഷൻ എഴുതി കൊടുത്ത് പോന്നോണോ? അടുത്ത മാസം നിന്റെ കല്യാണ നിശ്ചയം ഞാൻ ഒരുമിച്ച് നടത്തും. ദശരഥനോട് ഞാൻ വരാൻ വിളിച്ച് പറയുന്നുണ്ട്. നിന്റെ അടുത്ത് വെച്ചല്ലേ സംഭവിച്ചത്? നിനക്കൊന്നും മനസ്സിലായില്ലെന്ന് പറഞ്ഞ? എന്റെ പൊന്നു, എനിക്ക് അറിഞ്ഞൂടടാ. ധോനിയുടെ അച്ഛൻ വന്നു, അവളെ അടിച്ചു, പിടിച്ചുകൊണ്ട് പോയി വീട്ടിലേക്ക്. ഇന്നലോട്ട് ഞാൻ ട്രൈ ചെയ്യും, അവിടെ ഫോൺ പോലും എടുക്കുന്നില്ല. എന്തോ പ്രശ്നമുണ്ട്. ബോസ്, ശരൺ, ഗുഡ് മോർണിംഗ്. ഇവന് എന്ത് രീതിയിലായിരുന്നു തള്ളിയായിരുന്നെന്നറിയോ? ഇവന്റെ പറച്ചിൽ കേട്ടപ്പോ നീ ഈ ഭാഗത്തേക്ക് തന്നെ വരില്ലെന്നാ ഞാൻ വിചാരിച്ചത്. ഇവനോട് ഞാൻ പറയട്ടെ, ഇവനൊന്നും വിശ്വസിക്കുന്നില്ല. എന്താ ധോനി നീ ഫോൺ എടുക്കാതിരുന്നത്? ഇന്നലോട്ട് എത്ര ഞാൻ ടെൻഷൻ അടിച്ചെന്നറിയോ? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? സോറി ബോസ്, ഫോൺ എടുക്കാൻ പറ്റിയൊരു സിറ്റുവേഷൻ ആയിരുന്നില്ല, അതുകൊണ്ടാ. പിന്നെ ബോസ്, ഇനി മുതൽ ഞാൻ ബോഡി ഗാർഡ് ആവില്ല കേട്ടോ. ഞാൻ ഈ ജോലി നിർത്തിയിട്ട് പോവാണേ. ധോനി, തമാശ പറയാതെ, എനിക്ക് ദേഷ്യം വരട്ടോ. ധോനി, തമാശക്കാണ് ഇങ്ങനെ പറയില്ലേ. നീ പോയി ഈ കുരിശിനെ നോക്കാം, എന്നെ കൊണ്ടൊന്നും പറ്റില്ല. പിന്നെ നീ പോയി കഴിഞ്ഞാൽ എനിക്ക് മിലിറ്ററി ഉണ്ടാക്കി തരിക. കുരിശ് തനിയത്തൊക്കെ ചുമന്നു. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. പോവാ. എന്നാലും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഒരു ബോസ് എംപ്ലോയി എന്നല്ലാതെ ഒരു ഫ്രണ്ട്സായിട്ട് എൻ്റെ കൂടെ തന്നെ എല്ലാത്തിനും ഉണ്ടായില്ലേ. ഇനി എന്തെങ്കിലും കണ്ടുമുട്ടെന്ന് പ്രതീക്ഷിക്കാം, എവിടെയെങ്കിലും വെച്ച്. ബൈ. ധോനി, 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 ഒന്നും പറയാനില്ല നിനക്ക് എൻ്റെ അടുത്ത്? എന്നോടൊന്നും ഒന്നും പറയാനില്ല? അടുത്ത മാസം എൻ്റെ കല്യാണം. ഈ കൈപിടിക്കാനുള്ള അവകാശമില്ല. വിട്ടേക്ക്. അവള് പോകുന്നതാണ്. നിന്റെ മനസ്സിലുള്ളത് തുറന്ന് പറയുന്നേ. മനസ്സ് തുറക്കാൻ സമയം വൈകി പോയിട. നമ്മൾ 2 പേർക്കും